ഓക്കെ. അത് നിങ്ങളെ സ്വന്തം യൂട്യൂബ് ചാനലിൽ കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യും. ഒരിക്കലും ഒരു ടാക്സ് ഇൻവോയ്സ് ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ട് JK സാർ ക്ലാസ്സിലാണോ അതോ വീട്ടിലാണോ? സാറ് സ്വാഗതം പറഞ്ഞു തുടങ്ങിയോ? ഇനിയിപ്പോ അതെ അല്ലേ, തുടങ്ങി. ഏതായാലും 47 ആളുകളായി, 8-9 അപ്പോൾ വളരെ സന്തോഷം. പോസിറ്റീവ് കമ്മ്യൂൺ എന്നുള്ള സംഘടനയുടെ യഥാർത്ഥ ഉദ്ദേശം എന്നുള്ളത് തന്നെ നമുക്കറിയാം, ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ട്രെയിനിങ് ഫീസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് 5 ദിവസത്തെ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഈ 5 ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പ്രസക്തരായ വളരെ അറിയപ്പെടുന്ന ട്രെയിനേഴ്സ് തന്നെയാണ് ഇവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ അതിന്റെ ഉദ്ഘാടനം നടന്നു. പിന്നെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം തീർച്ചയായിട്ടും നല്ലൊരു വിഷയം. ഇപ്പൊ ചിലപ്പോൾ ആ പേര് കേട്ടാൽ എന്താണ് എന്നൊന്നും മനസ്സിലാവില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പേര് കേട്ടിട്ട് ആളുകൾ വരാനും സാധ്യതയുണ്ട്. അർദ്ധനഗ്നയായ പെൺകുട്ടിയും ബംഗാളി സായിപ്പും, വളരെ മനോഹരമായ പേര്. ആ പേരിൽ തന്നെ നമുക്കറിയാം, സാധാരണ ഇതിലുള്ള ട്രെയിനിങ്ങിന്റെ പേര് കേട്ടാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചില വിഷയങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ ആ രീതിയിലല്ലാതെ എന്താണ് ഉദ്ദേശിക്കുന്നത് ട്രെയിനർ എന്നുള്ളത് ട്രെയിനിങ് കണ്ടാൽ മാത്രം, കേട്ടാൽ മാത്രം മനസ്സിലാവുന്ന രീതിയിലാണ് ഒരു പേര് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിൽ പ്രഭാര സാറാണ് ക്ലാസ് എടുക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോസിറ്റീവ് മെമ്പർഷിപ്പുകളൊക്കെ പല ജില്ലകളിൽ നിന്നും അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. വലിയ രീതിയിൽ തന്നെ ചാപ്റ്ററുകൾ അത് ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ മെമ്പർഷിപ്പ് പ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പല പരിപാടികളും നമ്മൾ വളരെ, ഇപ്പൊ ഇന്ന് യൂത്ത് ഫോറായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു EPS നടക്കുകയാണ്. നമ്മുടെ ട്രെയിനിങ് ലീഡറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് PCO റേറ്റ് കഴിഞ്ഞു. ഇനിയിപ്പം ചാപ്റ്റർ തലത്തിലുള്ള ട്രെയിനിങ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് വലിയ ഒരു പ്രത്യേകത കൂടി, നമ്മുടെ PCയുടെ ഡേ കൂടിയാണ്. അപ്പൊ ആ രീതിയിൽ വളരെ നല്ല രീതിയിൽ PC പോസിറ്റീവ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടിയും സംഘടിപ്പിക്കുന്നത്. വലിയ ദീർഘമായിട്ടുള്ളൊരു സ്വാഗത പ്രസംഗം ഒന്നും പറയില്ല, കാരണം നമ്മളൊക്കെ ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയോടുകൂടി നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ജനറൽ കൺവീനർ ഷർഷാ സാറെയാണ്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി പോസിറ്റീവ് കമ്പനി അതിൻ്റെതായ തലത്തിൽ വിഷൻ 2030 പേരിട്ടുകൊണ്ട് എങ്ങനെ പോസിറ്റീവ് കമ്പനിനെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംഘടനയെ മുന്നോട്ട് നയിക്കുന്ന ഷർഷാ സാറിനെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ചെയർമാൻ അനിൽ സാർ ഇവിടെ എത്തിയില്ല, ചെയർമാനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൈസ് ചെയർമാൻമാർ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ജോയിന്റ് കൺവീനേഴ്സ് ഉണ്ട്, അവരൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് കേൾക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിനും അല്ല പുറത്തും വലിയ ആളുകൾ തന്നെ ഈ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്.
പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് സ്വാഗതം ചെയ്യേണ്ടത് നമുക്കറിയാം പ്രഭാര സാർ തന്നെയാണ്. രണ്ടാമത്തെ ദിവസം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് വലിയ അറിവുകൾ നമ്മളിലേക്ക് പകരാൻ വേണ്ടിയിട്ട് പ്രഭാര സാർ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. പ്രഭാരം സാറേയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഷർഷാ സാറെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഓവർ ടു സാർ. നമസ്കാരം എല്ലാവർക്കും. പോസിറ്റീവ് കമ്മ്യൂണിറ്റി ട്രെയിനിങ് ഫെസ്റ്റിന്റെ 2ാം ദിനത്തിലേക്ക് സ്വാഗതം. പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഔദ്യോഗിക മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സമാപിച്ചതിന് ശേഷം ഇത്തരത്തിലൊരു 5 ദിവസത്തെ ട്രെയിനിങ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ 2ാമത്തെ ദിവസം നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പോസിറ്റീവ് കമ്മ്യൂണിന്റെ സ്റ്റേറ്റ് ജോയിന്റ് കൺവീനർ കൂടിയായിട്ടുള്ള പ്രഭാകരൻ സാറാണ് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ന് ഫെബ്രുവരി 13 ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് നമ്മുടെ PC ഡേ ആണ്. പോസിറ്റീവ് കമ്മ്യൂൺ 2010 രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ദിനമാണ്. 2010 രവിയേട്ടനും സുഹാസേട്ടനും അതുപോലെ തന്നെ ജോജു സാറും പ്രദീപൻ മാലോത്തും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു കഞ്ഞി മീറ്റിങ്ങിലൂടെ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇന്ന് കേരളത്തിലുടനീളം 1000-ലധികം അംഗങ്ങളുമായി പുതിയ ചാപ്റ്ററുകൾ 7ഓളം ചാപ്റ്ററുകൾ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ രൂപീകരിക്കപ്പെടുന്ന രീതിയിലേക്ക് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനായി വളരാനുള്ള ചവിട്ടുപടികൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ PC ഡേ, പോസിറ്റീവ് കമ്മ്യൂൺ ഡേ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നമ്മൾ ഒരു ആഴ്ച പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. PC വീക്കായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. 13 മുതൽ 18 വരെയാണ് PC വീക്കായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അതിനിടയിൽ എല്ലാ ചാപ്റ്ററുകളും നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ളത് പോലെ എംബ്രേസ് ദി അൺസങ് ഹീറോ എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. സമൂഹത്തില് മുഖ്യധാരയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്നാൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള എന്നാൽ വലിയ അംഗീകാരങ്ങളൊന്നും ലഭിക്കാത്ത ആളുകളെ ഒരു ചാപ്റ്റർ കണ്ടെത്തുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എംബ്രേസ് ദി അൺസങ് ഹീറോ എന്നുള്ള പ്രോഗ്രാം. അത് PC വീക്കിന്റെ ഭാഗമായിട്ട് എല്ലാ ചാപ്റ്ററുകളും നടത്താൻ പോവുകയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഈ സ്ഥാപന ദിനമായിട്ടുള്ള ഇന്ന് ഈ ട്രെയിനിങ് ഫെസ്റ്റിന്റെ ഈ 2ാം ദിനത്തിൽ നമ്മുടെ ട്രെയിനിങ് എടുക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് മറ്റ് ഔപചാരികളൊന്നും ഇല്ലാതെ നമ്മുടെ ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രഭാകരൻ സാർ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. ഒരു ലൈബ്രറിയുടെ സെക്രട്ടറിയാണ്. ആ പുസ്തകങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ വായനയും അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയും ഒക്കെ നമ്മൾ എപ്പോഴും വീക്ഷിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം, അതോടൊപ്പം കൃത്യമായ ഓരോ കാര്യങ്ങളിലുമുള്ള നിലപാടുകൾ. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് കമ്മ്യൂൺ സ്റ്റേറ്റ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സാന്നിധ്യം, ജോയിന്റ് കൺവീനർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കെപ്പോഴും വലിയ ഉത്തേജനം നൽകുന്നതാണ്. അപ്പോൾ മികച്ച ഒരു പ്രഭാഷകനും പരിശീലകനും നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂൺ സ്റ്റേറ്റ് ട്രെയിനിങ് ഫെലോ ഒക്കെ ആയിട്ടുള്ള പ്രഭാകരൻ സാറെ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പോസിറ്റീവ് കമ്മ്യൂണിന്റെ ആരാധരായിട്ടുള്ള സ്റ്റേറ്റ് നേതാക്കന്മാർ, ട്രഷറർ ബിജു രവീന്ദ്രൻ സാറ്, ഒപ്പം തന്നെയാണ് ജനറൽ കൺവീനർ ആയിട്ടുള്ള ഷർഷ സാറ്, വേദിയിൽ കുറെ ആളുകളെ കാണുന്നുണ്ട്, പടയാട്ടി സാറ്. അതിന്ന് പോകാനകത്തോണ്ട് എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്ന് PC ഡേ കൂടിയാണ് എന്ന് നമ്മുടെ ഷർഷ സാറ് ഓർമ്മിപ്പിച്ചു. അപ്പോ ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും ആദ്യം തന്നെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പേര് പറയുന്നത് പോലെ തന്നെ അർദ്ധനഗ്നയായ പെൺകുട്ടിയും ബംഗാളി സാഹിബ്, വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു പേര് എനിക്ക് കിട്ടിയത്. ഞാൻ ഈ സെഷൻ എടുക്കണം എന്ന് തീരുമാനിച്ച് നോക്കുമ്പോൾ ഒരു പേരിടണം,
ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ഉള്ള രണ്ട് സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. ഇത് പലതും എൻ്റെ തന്നെ ചിന്തകളാണ് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് സ്ക്രീൻ ഷെയർ ആയോ? സർ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോ അർദ്ധനഗ്നയായ പെൺകുട്ടിയും ബംഗാളി സായി കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ്, 12-ന് മുമ്പ്, ജോലി കിട്ടുന്നതിന് മുമ്പ് യാത്രകള് ട്രെയിനിൽ തിരുവനന്തപുരം വരെയും കാസർഗോഡ് വരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം യാത്രകൾ ഉണ്ടാവും. ഒരു യാത്ര ചെയ്യാൻ പൊതുവെ കുറച്ച് മടിയുള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ. അതില് 2-3 കാരണങ്ങളുണ്ട് യാത്ര ചെയ്യാനുള്ള മടി. ഒരു പ്രാവശ്യം തൃശ്ശൂരിൽ നിന്നും ഞാൻ എറണാകുളത്തേക്ക് രാവിലെ KSRTC-യിൽ ഞാൻ യാത്ര ചെയ്യുകയാണ്. ഇപ്പൊ യാത്ര ചെയ്യുമ്പോൾ KSRTC-യിൽ ഞാൻ കയറി. അപ്പോ പൊതുവെ എനിക്ക് ഇരിക്കാൻ ആഗ്രഹമുള്ളൊരു സീറ്റ് എന്ന് പറയുന്നത് ലേഡി സീറ്റിന്റെ പിറകിലാണ്. പലർക്കും അതൊരു ശീലമുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിജു സാറ് ചിരിക്കുന്നത് പോലെ ലേഡി സീറ്റിന്റെ പിറകിൽ, സാറിനെ പറ്റി ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് ചിരിച്ചു പോയതാണ്. അതായത് ലേഡി സീറ്റിന്റെ പിറകിലിരിക്കാനുള്ള കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ആ സംഭവത്തോടു കൂടി ഞാൻ ലേഡി സീറ്റിന്റെ പിറകിലിരിക്കുന്നതിന്റെ ശീലം അടപടലം മാറ്റി. ലേഡി സീറ്റിന്റെ പിറകിലിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വണ്ടി ചാട്ടം കുറവായിരിക്കും എന്നുള്ള ഒറ്റ കാരണമാണ്. അതുകൊണ്ട് വേറെ അതിനകത്ത് ഒരു ദുരുദ്ദേശവും ഇല്ല. ഞാൻ വളരെ ശുദ്ധനും നല്ലൊരു യുവാവുമായിരുന്നു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ പറയാനുള്ളത്. അപ്പോ ലേഡി സീറ്റിന്റെ പിറകിലിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്നും KSRTC എടുത്തു. പുതുക്കാട് ഡിപ്പോയിലെത്തിയപ്പോ അവിടെ നിന്നും വളരെ സുന്ദരിയായ ഒരു യുവതി ബസ്സിലേക്ക് കയറി. ആ കുട്ടിയുടെ അന്നത്തെ ഒരു വസ്ത്രധാരണം വെച്ച് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച്, നാട്ടിൻപുറത്തുകാരനായ എന്നെ സംബന്ധിച്ച് അതൊരു അർദ്ധനഗ്നയായ യുവതി തന്നെയായിരുന്നു. കാരണം തനി ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഞാൻ ശരിക്കും സ്ത്രീകള് പാന്റ് ഇട്ട് നടക്കുന്നത് തന്നെ ഞാൻ അന്ന് ആ കാലഘട്ടത്തിൽ അധികം കണ്ടിട്ടില്ല. എന്നല്ല, കണ്ടിട്ടില്ല. തൃശ്ശൂരിന്റെ ഇപ്പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് പല കാഴ്ചകളും കൗതുകമുള്ളതും വ്യത്യസ്തമുള്ള ആയതും ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാവുന്നു ആ യാത്രയിലാണ്. അപ്പൊ ഈ കുട്ടി മൊബൈൽ ചെവിയില് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ട് കേട്ടുകൊണ്ടാണ് കയറുന്നത്. ഇട്ടിരിക്കുന്ന മേൽവസ്ത്രത്തിന്റെയും കീഴ്വസ്ത്രത്തിന്റെ ഇടയില് ചില ഭാഗങ്ങൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. കയറിയപ്പോ ആ വണ്ടിയിലുള്ള ഭൂരിഭാഗം സ്ത്രീകളും, ഇന്നത്തെ ട്രോൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ കുലസ്ത്രീകൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. ഞങ്ങള് പുരുഷന്മാരൊന്നും മൂക്കത്ത് വിരൽ വെച്ചില്ല. കാരണം നമുക്കതൊരു രസമുള്ള കാഴ്ചയായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഒരു 22 വയസ്സുകാരന്റെ ആ കാഴ്ചപ്പാടിൽ നിന്നാണ് പറയുന്നത്. സ്ത്രീകൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. ഇങ്ങനെ പെൺകുട്ടികൾ ഉണ്ടാവും, ഏത് വീട്ടിൽ നിന്നാണ് വരുന്നത്, ചോദിക്കാൻ അച്ഛനും അമ്മയും ഒന്നും ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ പല രീതിയിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന സ്ത്രീകൾ പല രീതിയിൽ സംസാരിക്കുന്ന. അങ്ങനെ ഈ സ്ത്രീ വന്ന് അവര് ആ ഫ്രണ്ട് ഡോറിന്റെ തൊട്ട് പിറകില് 2 സീറ്റ് പിറകിലുള്ള സീറ്റിൽ വന്ന് അവരിരുന്നു. അവരിതൊന്നും കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്ത് എനിക്കും തോന്നി ഒരു വളരെ മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടികളെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയൊക്കെ ആവാമോ. ഒപ്പം തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സ്ത്രീകളുടെ ഒരു കമന്റും കൂടി വന്നു. പല രീതിയിൽ ഒരുപാട് സംസാരങ്ങൾ വന്നു.
വണ്ടി പുതുക്കാടുന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പൊ സ്ത്രീകൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ വീട്ടിലത്തെ കുട്ടികളുടെ കാര്യങ്ങൾ, വസ്ത്രധാരണം, ഈ വസ്ത്രധാരണം കൊണ്ടെത്തിക്കുന്ന ചില അപകടകരമായ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് കാട് കയറി പോകുന്നുണ്ട്. നമ്മൾ വേറെ ഏതൊക്കെ ചിന്തകളിലേക്ക് മുഴുകിയിരിക്കുന്നതിന്റെ ഇടയിൽ അടുത്ത ഒരു സ്റ്റോപ്പിലെത്തിയപ്പോൾ അവിടെ നിന്നും വേറെ ഒരു പെൺകുട്ടി കൂടി കയറി. ആ കുട്ടി കയറിയപ്പോ ആ കുട്ടിയുടെ കയ്യിൽ ഒക്കത്ത് ചെറിയ ഒരു കൊച്ചുണ്ട്. ഒരു 2 വയസ്സ് പ്രായം, 1.5 വയസ്സ് പ്രായം ഉണ്ടാവും. കയറി കഴിഞ്ഞപ്പോ അതുവരെ കലപില എന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുലസ്ത്രീകൾ മൊത്തം സൈലൻസ്, പെട്ടെന്ന് അടപ്പിട്ട പോലെ അവരുടെ സംസാരം നിർത്തി. ചില സ്ത്രീകള് 90 ഡിഗ്രി ആംഗിളിൽ ഇടത്തോട്ട് ഇങ്ങനെ കഴുത്ത് തിരിച്ചു, ചില സ്ത്രീകള് 90 ഡിഗ്രി വലത്തോട്ടിട്ടു, ചില ആളുകൾ ഒന്നും തിരയാനില്ലാഞ്ഞിട്ട് പോലും ബാഗ് സിപ്പൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പരതുന്നത് പോലെ കാണിക്കുന്നു. ഈ കയറി വന്ന സ്ത്രീ ഒക്കത്തിരിക്കുന്ന കൊച്ചിനെയും കൊണ്ട് ഫ്രണ്ടിലുള്ള സീറ്റ് മുതൽ എന്ന് പിറകിലേക്ക് ഇങ്ങനെ അങ്ങ് നോക്കി. ആരെങ്കിലും ഒന്ന് എണീറ്റിരുന്നെങ്കിൽ അല്ലെ? ഈ ഒരു അനുഭവം ബസ്സിൽ യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? വരാറുണ്ട് സാറേ, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു വിനിത മാം, താങ്ക് യു ടോമി സാർ. അപ്പൊ ഇങ്ങനെ ഉള്ളൊരു അനുഭവം വരുമ്പോൾ സാധാരണ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പുരുഷന്മാര് എണീറ്റ് സീറ്റ് കൊടുക്കും. പതിവ് എനിക്ക് ഇത്തിരി കൂടുതലാണ്, നമ്മൾ എണീറ്റ് സീറ്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ലേഡി സീറ്റിന്റെ പിറകിൽ ഉള്ള ശീലം ഞാൻ മാറ്റിയത്. വേറെ പ്രത്യേകിച്ച് അനിഷ്ടം. ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു ദീർഘം യാത്രയ്ക്ക് പോകുമ്പോൾ സീറ്റ് എണീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ ചില ബുദ്ധിമുട്ടായിട്ട്. പക്ഷെ വളരെ അത്ഭുതം എന്ന് പറയട്ടെ, നമ്മൾ നേരത്തെ പരാമർശിക്കപ്പെട്ട നമ്മുടെ കഥാപാത്രമായിട്ടുള്ള ഈ പെൺകുട്ടി എണീറ്റ് ആ യാത്ര ചെയ്യുന്ന കയറി നിൽക്കുന്ന ആ അമ്മയ്ക്കും കുട്ടിക്കും സീറ്റ് നൽകുന്നു. അപ്പോൾ പരിസരത്തിരിക്കുന്ന എല്ലാ സ്ത്രീകളും ഒരു ദീർഘനിശ്വാസം വിട്ടു. അവരെ എല്ലാവരും ആ പെൺകുട്ടിയെ നോക്കി, ബാക്കിലിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഒന്ന് നോക്കി. പക്ഷേ ആദ്യം ആ അർദ്ധനഗ്നയായ പെൺകുട്ടി ബസ്സിലേക്ക് കയറി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടേ ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ആ കാഴ്ചപ്പാടിന് വ്യത്യസ്തമായിട്ട് ആ കുട്ടി കുറച്ചും കൂടി ഒരു ഉയർന്ന തലത്തിലേക്ക് മാറി. ഞങ്ങളുടെ എല്ലാം ഉള്ളില്, എന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് അതുവരെ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു മനോഭാവത്തിൽ ഒരു മാറ്റം. കേവലം ഒരു യാത്ര, തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള ഒരു KSRTC യാത്രയിൽ അതുവരെ പരിചയമില്ലാത്ത ഒരു സാഹചര്യം, അതുവരെ കണ്ട് ശീലമില്ലാത്ത ഒരു വസ്ത്രധാരണം, അതുവരെ കണ്ട് ശീലമില്ലാത്ത ചില വ്യക്തികൾ, അതുപോലെ കേട്ട് പരിചയമില്ലാത്ത ചില സംഭാഷണ ശകലങ്ങളെല്ലാം നമ്മുടെ ചിന്താഗതിയെ അടപടലം മാറ്റിക്കളഞ്ഞു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ചില രീതികളിൽ മാറ്റം. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ഓരോ യാത്രകളിലും ചില അനുഭവങ്ങൾ നമ്മളെ അടപടലം മാറ്റി പറയും, അല്ലെങ്കിൽ ഒളിച്ചു കളഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന അതുവരെയുള്ള ധാരണകളെ തകർത്തുകൊണ്ട് അവിടെ വേറെ ചില സാധനങ്ങളെ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ പ്രാപ്തമാണ് എന്ന് എനിക്ക് അന്ന് തോന്നി. ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ യാത്രകളെ കുറിച്ചാണ്. മനുഷ്യന്റെ ആദ്യ കാലഘട്ടം മുതൽ ഇന്ന് ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ എത്തി നിൽക്കുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിലുള്ള നമ്മുടെ യാത്രകളെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു ടോപ്പിക് സംസാരിക്കുന്ന സമയത്ത് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയുടെ മകളുണ്ട്. അവള് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. LLM ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞു ഈ ഒരു ഇൻസിഡന്റ് പറഞ്ഞു. അപ്പൊ വളരെ ഗൗരവമുള്ളൊരു വിഷയം എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം ഈ ഒരു വിഷയം തന്നെ എടുത്തിട്ടാണ് പറഞ്ഞത്. അവര് പറഞ്ഞത്, യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഒട്ടക്കുഴിയിൽ നിന്നും കയറി പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പലതരം കൾച്ചറുകളുമായിട്ട് ഇടപഴകുമ്പോൾ
സ്ത്രീകൾക്കെതിരെയുള്ള പുരുഷന്മാരുടെ മനോഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട് എന്നാണ് പറഞ്ഞത്. അതിന് വളരെ കോൺക്രീറ്റ് ആയ എവിഡൻസ് നിരത്തിയിട്ടാണ് പറയുന്നത്. കോടതിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ അതിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അഡ്വക്കേറ്റാണ്. അവൾ പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് 40 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരാൽ ആണ് എന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും വിചാരിക്കുക യുവാക്കളായിരിക്കും, പ്രായം കുറഞ്ഞവരായിരിക്കും എന്നാണ്. പക്ഷെ പറയുന്നത് 40 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് എന്നാണ് പറയുന്നത്. ഇത് ആ അഡ്വക്കേറ്റ് ആയിട്ടുള്ള എന്റെ മരുമകൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകളെ ഞാനുണ്ട്. അതിന് കാരണങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും പുറത്തേക്ക് യാത്ര ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാകുന്ന മനോഭാവം, ഒരുപാട് യാത്ര ചെയ്യുന്നവർ, പലതരത്തിലുള്ള കൾച്ചറായിട്ട് ബന്ധപ്പെടും, പല വ്യക്തികളായിട്ട് ഇടപെടുന്ന ആളുകളിൽ ഈ ഒരു സാധ്യത കുറവാണ് എന്ന് കൂടി പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു പ്രാധാന്യം എനിക്ക് പോലും കൃത്യമായിട്ടൊരു ഗൗരവം മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാത്രയെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. യാത്ര ഒരുപാട് ഗുരുക്കന്മാരെ സമ്മാനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് 50 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു ദിവസം 100 കിലോമീറ്റർ സ്കൂട്ടറിലും KSRTC ബസ്സിലും പ്രൈവറ്റ് ബസ്സിലും നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനിടയിൽ പരിചയപ്പെട്ട ഒരുപാട് വ്യക്തികൾ നമ്മൾക്ക് ഗുരുക്കന്മാരെ പോലെ അറിവ് നൽകുന്ന ആളുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും. ഈ ഒരു ഇതല്ലാതെ ട്രാവലിംഗ് കൊണ്ട് നമ്മൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാവുന്നത്? പലർക്കും വ്യക്തിപരമായ പല അനുഭവങ്ങൾ ഉണ്ടാവും. ആർക്കെങ്കിലും 1-2 പേർക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ കഴിയും? ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. ഓക്കെ സാർ, മുരളി സാർ, താങ്ക് യു. ഞാന് തമിഴ് വാക്കുകളും ഭാഷയും ശരിക്കും പഠിക്കുന്നത് യാത്രയിലൂടെയാണ്. കാരണം ഞാൻ 98 മുതൽ 2000 വരെ തമിഴ്നാട്ടിലെ ഹോസൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവിടുന്ന് കൃഷ്ണഗിരിയിൽ എനിക്ക് ആഴ്ചയിൽ 2-3 ദിവസം പോകേണ്ടി വരും ജില്ലാ കോടതിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒഫീഷ്യൽ കേസുകൾ അറ്റൻഡ് ചെയ്യാൻ. അപ്പം ചെല്ലുന്ന സമയത്ത് തമിഴ് എന്ന് പറഞ്ഞ സംഭവം ഒന്നും അറിയില്ല, സ്ക്രിപ്റ്റ് അറിയില്ല, വായിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. അപ്പം നിരന്തരമായിട്ട് പോകുന്ന സമയത്ത്, ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഓരോ ബോർഡുകളും ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ബോർഡും തമിഴിൽ എഴുതിയിരിക്കുന്ന ആ വാക്കുകളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ആ സ്ക്രിപ്റ്റ് ഞാൻ പഠിക്കുന്നത്. ഒരു 3-4 മാസം കൊണ്ട് തമിഴിലെ അക്ഷരങ്ങളും തമിഴ് വായിക്കാനും പഠിക്കാനും ഈ യാത്രകൾ കൊണ്ട് മാത്രം. ഞാൻ ഒരു പുസ്തകം പോലും വായിച്ചിട്ടില്ല, ഒരു ഭാഷാ സഹായം വായിച്ചിട്ടില്ല. ഈ യാത്രകൾ ഒരു 1.5 മണിക്കൂർ കൃഷ്ണഗിരിയിലേക്കുള്ള യാത്രയും തിരിച്ച് കോടതിയിൽ നിന്ന് ഹോസൂരിലേക്കുള്ള യാത്രയും 5-6 മാസം കൊണ്ട് എനിക്ക് തമിഴ് ശരിക്ക് ഇന്ന് മലയാളം സംസാരിക്കുന്ന പോലെ എനിക്ക് തമിഴ് സംസാരിക്കാൻ പറ്റും എന്നുള്ളത് സന്തോഷത്തോട് പറയട്ടെ. ഓക്കെ സാറേ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും? പ്രഭാകരൻ സാറേ, എന്റെ ഡിക്സൺ സാർ. യാത്ര ബസ് എന്നതിനേക്കാൾ ഉപരി കൂടുതലും ട്രെയിൻ യാത്രയായിരുന്നു. ഞാൻ അങ്ങ് അകലെ വങ്കദേശത്തല്ലായിരുന്നു ഒരു 10-25 കൊല്ലത്തോളം. അപ്പോൾ ട്രെയിൻ യാത്രകളിലാണ് അതിൽ കൂടുതലായിട്ടും. ഒരിക്കൽ പോലും എൻ്റെ അനുഭവത്തിൽ ഒരാളുമായിട്ട് ഇങ്ങനെ സീറ്റിന് വേണ്ടി തർക്കിക്കുകയോ എന്ന് വെച്ചാൽ റിസർവ് ചെയ്ത് പോകുന്നതാണ്. ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പലരും പറഞ്ഞിട്ട്. പക്ഷെ എന്ന് വരികിൽ വി പാർട്ട് ആസ് ഫ്രണ്ട്സ്, അതായത് നമ്മൾ വളരെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ് അതിനകത്ത് വന്നു ചേരുന്നത്. ആദ്യത്തെ ആ രാത്രിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടില്ല, നീയാണോ വലുത്, പ്രത്യേകിച്ച് ഈ AC കമ്പാർട്ട്മെന്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീയാണോ വലുത്, ഞാനാണോ വലുത് എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ ചില ഒരു വൈഷമ്യങ്ങൾ ഉണ്ടെന്ന് വരികിലും രാത്രി ആവുമ്പോഴേക്കും നല്ല ചൂടല്ലേ എന്ന് പറഞ്ഞ് തുടങ്ങുകയും അവസാനം കഥ വളരെ വളരെ സുഹൃത്തുക്കളായിട്ട് പിരിയുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോഴും ചില സുഹൃത്തുക്കള്, ഈ അന്യദേശക്കാരായിട്ടുള്ള സുഹൃത്തുക്കള് ഇപ്പോഴും ട്രെയിനിൽ വെച്ച് കണ്ടുകിട്ടിയത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുള്ള 4-5 നല്ല സുഹൃത്തുക്കൾ ഇപ്പോഴും എനിക്കുണ്ട്. വൺസ് ഇൻ എ വൈൽ വി എക്സ്ചേഞ്ച് കോംപ്ലിമെന്റ്സ്, അല്ലെന്നൊരിക്കൽ ഗ്രീറ്റിംഗ്സ് ഇങ്ങനെയുള്ള സമയത്ത്. പക്ഷെ അത് വളരെയധികം ഗാഠമായി. എൻ്റെ ഞങ്ങളുടെ മാരേജ് ആനിവേഴ്സറിക്ക് അദ്ദേഹം ഞങ്ങളിന്ന് വാങ്ങിച്ചിട്ട് ഡൽഹിയിൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ മാരേജ് ആനിവേഴ്സറിക്ക് ട്രെയിനിൽ വെച്ച് കണ്ട പരിചയമുള്ളൂ. ഒരു നല്ലൊരു സിൽക്ക് സാരി അദ്ദേഹം ഇവിടെ നിന്ന് ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് തന്നു എന്നുള്ളത് എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ഒരുപാട് ഫ്രണ്ട്സ് ട്രെയിനിൽ കണ്ടുമുട്ടിയിട്ടുള്ളവരുണ്ട്. ഓക്കെ ഡിക്സൺ സാർ, താങ്ക് യു. അപ്പോ ഡിക്സൺ സാർക്കും ഒപ്പം തന്നെ മുരളീധരൻ സാർക്കും അങ്ങനെ അനുഭവങ്ങൾ പങ്കുവച്ചതിൽ വളരെ
നന്ദി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ട്രാവലിംഗ്, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ട്രാവലിംഗ് എന്ന് തന്നെയാണ്. ട്രാവലിംഗിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഞാനൊരു വീഡിയോ, ഓഡിയോ കേൾക്കുന്നില്ലേ, പെട്ടെന്നൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഇടപ്പള്ളി ബൈപ്പാസിനരികത്ത് കിടക്കുന്ന ലുലുമാൾ, ലുലുമാൾ യൂസഫലി നമുക്കായി പണിയിച്ച വലിയൊരു ലുലുമാൾ. ലുലുമാൾ വിവിധ രാജ്യങ്ങൾ കടന്നു, പല പ്രദേശങ്ങൾ നിറഞ്ഞു. വിവിധ രാജ്യങ്ങൾ കടന്നു, പല പ്രദേശങ്ങൾ നിറഞ്ഞു. ഇവിടെ അങ്ങിങ്ങ് പടുതുയർത്തുന്ന ലുലുമാൾ, ലുലുമാൾ എടപ്പള്ളി ബൈപ്പാസിനരികത്ത് കിടക്കുന്ന ലുലുമാൾ, ലുലുമാൾ യൂസഫലി നമുക്കായി പണിയിച്ച വലിയൊരു ലുലുമാൾ, ലുലുമാൾ. ഓക്കെ, ആ പാട്ടില് എന്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ലുലുമാളിനെ കുറിച്ച്. ലുലുമാൾ. യെസ്, ലുലുമാൾ. വേറെ ഒരാളും കൂടി. എടപ്പള്ളിയിലെ ലുലുമാളിനെ കുറിച്ച്. ലുലുമാളിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ വേറെ ആരെങ്കിലും വ്യക്തികളെ കുറിച്ച് പറഞ്ഞാ? യൂസുഫ് അലി സാർ. യെസ്. ഓക്കെ. ചെറിയ എനിക്ക് വളരെ കൗതുകം തോന്നിയത്, ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾ നോക്കിയപ്പോ യാദൃശ്ചികമായിട്ട് എന്റെ കയ്യിൽ വന്ന് പെട്ട ഒരു സാധനമാണ്. അപ്പൊ തീർച്ചയായിട്ടും ലുലുമാളിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ യാത്ര നമുക്ക് ഗുരുക്കന്മാരാണെന്ന് പറഞ്ഞു, സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. യാത്ര, ട്രാവലിംഗ് എൻഹാൻസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഒരു മനുഷ്യന്റെ സർഗാത്മകതയും പുതുമ നേടുന്നതിനെയും എൻഹാൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ യൂസഫ് അലിയെ കുറിച്ച് പറയാൻ കാരണം, അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത് മലയാളികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് വളരെ ചെറുപ്പകാലത്ത് ഗുരുവിൽ വിദേശത്ത് പോവുകയും അല്ലെങ്കിൽ അറബി നാടുകളിൽ പോവുകയും അവിടെ നിന്ന് സമ്പാദിക്കുകയും അവിടെ നിന്നും കണ്ടുപഠിച്ച കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള, അവിടെ നിന്ന് കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കയറ്റി അദ്ദേഹം വളരെ ക്രിയേറ്റീവായി ചിന്തിച്ച് തന്റെ നാട്ടിൽ ഒരു മനോഹരമായ ഒരു ആശയം, ഒരു ബിസിനസ് സ്ഥാപനം കൊണ്ടുവന്ന് സ്ഥാപിക്കാനുണ്ടായ അദ്ദേഹത്തിന്റെ മനസ്സ് യാത്രയിൽ നിന്ന് കിട്ടുന്നതാണ്. പല ആശയങ്ങളും നമ്മൾക്ക് കിട്ടും. നമുക്കറിയാം, ടാറ്റയുടെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹം വിദേശത്ത് പോയി ജോലി ചെയ്തു, പെട്രോൾ പമ്പിലെ സ്റ്റാഫായിട്ട് ജോലി ചെയ്ത് അവിടെ നിന്ന് കിട്ടിയ ഒരു ആശയം കൊണ്ടുവന്ന് ഇന്ത്യയിൽ സ്ഥാപിച്ച് ഇന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വലിയ സ്ഥാപനമാക്കി മാറ്റി. യൂസഫ് അലിയും അതുപോലെ തന്നെയാണ്. 10,000ങ്ങൾക്ക് ജോലി കൊടുക്കുന്ന മനോഹരമായ ഒരു ഷോപ്പിംഗ് മാൾ എന്ന് പറയുന്നതിന്റെ ടൈറ്റാനിക് പോലത്തെ രൂപത്തിലേക്ക് ലുലു മാളിനെ വളർത്തിയെടുക്കും. അപ്പൊ ഓരോ മനുഷ്യനും അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി മാറുന്നു എന്നുള്ളതല്ല, അദ്ദേഹത്തിന് മാത്രമല്ല നമ്മുടെ സമൂഹത്തിനും ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ്. മനുഷ്യന്റെ യാത്ര തുടങ്ങുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ആഹാരം തേടുന്നതിനും വേട്ടയാടുന്നതിനും വേണ്ടിയായിരുന്നെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാഹനങ്ങൾ വളരെ പരിമിതമായിരുന്നു. വെള്ളത്തിലൂടെയുള്ള യാത്രകളായിരുന്നു. ദീർഘമായിട്ടുള്ള യാത്രകൾ സാധ്യമായിരുന്നില്ല. പക്ഷേ ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി യാത്രയ്ക്ക് വേഗത കൂടി, ചെയ്യാവുന്ന ദൂരത്തിന്റെ പരിധി കൂടി, എല്ലാം സാധ്യമായി. ഇന്ന് ഫ്ലൈറ്റിലും ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ പഴയ കാലത്തിൽ എങ്ങനെ ആ ഒരു മാറ്റം വന്നു എന്ന് നമ്മൾ ഓർക്കുന്നത് വളരെ കൗതുകരമായിട്ടൊരു കാര്യം. അപ്പോ അന്ന് മുതൽ ഇപ്പൊ നമുക്കറിയാം, 1998 വാസ്കോഡ ഗാമ ഇന്ത്യയിലെ കേരളത്തിൽ കാപ്പാട് വന്ന് കാലുകുത്തിയ ആ നിമിഷം മുതൽ ഇന്ത്യയുടെ ചരിത്രം വേറൊരു തലത്തിലേക്ക് മാറും നമുക്കറിയാം. ഏകദേശം 6 നൂറ്റാണ്ടുകളോളം ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാന്നിധ്യവും പോർച്ചുഗീസിന്റെ സാന്നിധ്യവും ഫ്രഞ്ച് സാന്നിധ്യവും ഒക്കെ ഉണ്ടായിരുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയ ഒരു യാത്രയായിരുന്നു വാസ്കോഡ ഗാമയുടെ. അതുപോലെ തന്നെയാണ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സെൽഫ് ഡിസ്കവറി. ഇത് രണ്ടും യൂസഫ് അലിയുടെ കേസായിട്ട് നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയും. നമ്മുടെ ഗ്രോത്തിന്, വ്യക്തിപരമായിട്ടുള്ള ഗ്രോത്തിനും സെൽഫ് ഡിസ്കവറിക്കും യാത്രകൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ലാംഗ്വേജ് ലേണിംഗ്, മുരളി സാറ് പറഞ്ഞ വളരെ രസകരമായ കാര്യമാണ് ലാംഗ്വേജ് ലേണിംഗ്. ഞാൻ ഇന്ന് ഈ ടോപ്പിക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നെയ്ബർ ഉണ്ട്, അദ്ദേഹം അവിടെ നിന്ന് ഹിന്ദിയിൽ
വളരെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഫോണിൽ സംസാരിക്കുകയാണ് ഹിന്ദിയിൽ, ആരോടോ സംസാരിക്കണം. അപ്പൊ ഈ ശബ്ദം എനിക്ക് അത്ര അങ്ങോട്ട് പരിചയമല്ലാത്ത പോലെ തോന്നി. ഞാൻ വിചാരിച്ചു തൊട്ടപ്പുറത്ത് ബംഗാളികൾ പൈനാപ്പിൾ കൃഷിക്ക് അവിടെ വന്നിരിക്കുന്നത്, അവരെങ്ങാനും ഈ വീട്ടിലേക്ക് കയറിയിട്ട് എന്തെങ്കിലും കുലുമാല ഒപ്പിക്കുകയാണോ എന്നൊരു സംശയത്തിൽ ഞാൻ ഇറങ്ങിപ്പോയി നോക്കിയപ്പോ നമ്മുടെ നൈബർ ഗൾഫിലുള്ള ആള് തിരിച്ചു വന്നിട്ട് ഹിന്ദിയിൽ കാര്യമായിട്ട് സംസാരിക്കും. അപ്പൊ ഞാൻ ഓർത്തത് 10ാം ക്ലാസ്സിൽ വലിയ മാർക്കൊന്നും ഇല്ലാതെ കടന്നുകൂടി ഇവിടെ ഒരു തക്കട തരികട പരിപാടിയൊക്കെ നടന്ന ആള് വിദേശത്ത് പോയി കുറച്ച് വർഷം കഴിഞ്ഞപ്പോ ഞാൻ പറയുന്നത് എനിക്ക് ഹിന്ദിയിലൊക്കെ 80% മാർക്കുണ്ട്, എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ വിദേശത്ത് പോയി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണെങ്കിലും അദ്ദേഹം ഒരു ഭാഷ പഠിച്ചിരുന്നു. യാത്ര നമ്മളെ പലതരത്തിലും ഭാഷകളെ, ഇന്ത്യയിൽ പ്രത്യേകിച്ച് വൈവിധ്യങ്ങളായിട്ടുള്ള നിരവധി ഭാഷകൾ ഉണ്ടെങ്കിൽ നമ്മുടെ യാത്ര, തമിഴ്നാട്ടിലേക്കുള്ള യാത്ര നമ്മൾ തമിഴ് പഠിപ്പിക്കും. മുരളി സാറ് പറഞ്ഞതുപോലെ അന്ന് നോർത്തിലേക്ക് കടക്കുമ്പോൾ ഹിന്ദി ഭാഷ നമ്മളെ പഠിപ്പിക്കും. എന്റെ കുട്ടിക്കാലത്തുള്ള ഒരു അനുഭവം, ഞങ്ങളുടെ മഴക്കാല സമയമാവുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ലോറികളിൽ താറാവ് കൃഷിക്കായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വരാറുണ്ട്. ഞങ്ങളെ വീടിന്റെ തൊട്ട് അടുത്താണ് ഇവരൊരു ഒരു ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് അവര് ഒരു ടെന്റ് പോലെ കെട്ടി താറാവ് കൂടുകളൊക്കെ കെട്ടിയിട്ട് ഓണക്കാലത്താണ് അത് ഏകദേശം ഉണ്ടാവും. അപ്പോ ഇവര് വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഒരു മുതിർന്ന ഒരു സ്ത്രീ ഉണ്ട്, എന്റെ ചേച്ചീനെക്കാട്ടിലൊക്കെ ഒരു കുറച്ച് പ്രായം. അവർക്ക് 2 അനിയന്മാരുണ്ട്, പാണ്ഡ്യനെന്നും ശരവണനെന്നും പറഞ്ഞിട്ട്. എന്റെ ആ സമയത്ത് ആ ഒരു 2-2.5 മാസം എന്റെ ഒരു കളിക്കൂട്ടുകാരായിരിക്കും. അപ്പൊ എനിക്ക് ഇവരോട് സംസാരിക്കാൻ, എനിക്ക് അങ്ങനെ തമിഴ് അറിയുന്ന ഒരാളല്ല, അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഷ ഞാൻ പഠിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോ തമിഴ് പഠിക്കാനുള്ള ഒരു ആവേശം കൊണ്ട് ഞാനൊരു 3 രൂപ കൊടുത്തിട്ട് എങ്ങനെ തമിഴ് പഠിക്കാം എന്നുള്ളൊരു പുസ്തകം വാങ്ങിക്കുകയും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തമിഴ് പഠിക്കുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ യാത്ര നമ്മുടെ ഭാഷ പഠിക്കുന്നതിന് ഉള്ള ഒരു കാരണമാവും. ഒപ്പം തന്നെയാണ് ക്യാൻ ഗെറ്റ് ടു നോ മെനി കൾച്ചേഴ്സ്, മറ്റുള്ളവരുടെ സംസ്കാരം മനസ്സിലാക്കുന്നതിന് വേണ്ടി. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യാത്ര, ഒരു ബസ്സിലെ യാത്ര ഒരു പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ തകിടം മറിക്കാൻ, പല കൾച്ചറുകളെ മനസ്സിലാക്കാൻ, അങ്ങനെയും ഒരു സംസ്കാരം ഉണ്ട്. നമ്മൾ കിണറ്റിലെ തവളകളെ പോലെ സങ്കുചിതമായി ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് വേറെ ഒരു ലോകമുണ്ട് എന്നുള്ളത് യാത്ര നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഈ ചിത്രം ആരുടെയാണെന്ന് പറയാൻ കഴിയും? കുംഭമേളയിലെ പെൺകുട്ടി. കുംഭമേളയിലെ പെൺകുട്ടിയാണ് മൊണാലിസ അല്ലെ. എനിക്ക് വളരെ കൗതുകം തോന്നി. അപ്പോ ഇവര് ഇന്നിപ്പോ ഇന്ത്യയില് വളരെ എന്താ പറയാ സെലിബ്രിറ്റി ആയി മാറിയിരിക്കുന്നു. ഇവരെ ഒരു ഡയറക്ടർ ഏറ്റെടുത്തുകൊണ്ട് അടുത്ത സിനിമകളില് അഭിനയിക്കുന്നതിന് വേണ്ടി പോകും. അപ്പോ ഈ കുട്ടിയുടെ ഒരു മാല വിറ്റുകൊണ്ട് നടക്കുന്ന ഒരു സെയിൽസ് ഗേൾ ആയിരുന്നു. അവരുടെ സൗന്ദര്യം കണ്ടപ്പോഴാണ്, ആ സൗന്ദര്യമാണ് അവരിനെ ഇത്ര പോപ്പുലർ ആക്കിയത്. അപ്പൊ ഒരു മാധ്യമ പ്രവർത്തകൻ ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യം മോണോലിസയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് യാതൊരു മടിയുമില്ലാതെ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, എന്റെ അനിയൻ പഠിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കുംഭമേളയിലേക്കുള്ള ഒരു യാത്ര, അല്ലെങ്കിൽ അവിടെ ഒരു ബിസിനസ്സിന് പോയപ്പോ ഈ മോണലിസയുടെ ജീവിതത്തിനെ മാറ്റിമറിച്ചെങ്കിൽ അവർ പറഞ്ഞ ഉത്തരം എല്ലാ ഇന്ത്യക്കാരും, പ്രത്യേകിച്ച് മലയാളികൾ മനസ്സിലൊന്ന് കോറിയിടണം. ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായിട്ടും വിദ്യാഭ്യാസം ലഭിക്കാത്ത ആയിരങ്ങളും പതിനായിരങ്ങളുമുള്ള പെൺകുട്ടികൾ and the sweet. If you want to make money, you need to be willing to take. They should be manageable. You understand? Work and diligence will pay off. You don't put in the effort, won't get anything. If you are not a lot, then eat a little. Remove you. അപ്പോ പറഞ്ഞു വന്നത്, ഇന്ത്യയില് ഇന്നും വിദ്യാഭ്യാസം ലഭിക്കാത്ത, സ്കൂളിൽ പോകാൻ കഴിയാത്ത പെൺകുട്ടികളുള്ള നാടാണ് എന്നുള്ളത് ചില യാത്രകൾ നമ്മളെ ബോധ്യപ്പെടുത്തും, മലയാളികൾ പ്രത്യേകിച്ച്. അപ്പോ ചില യാത്രകൾ നോക്കുമ്പോൾ ഈ ബസ്സിലുണ്ടായ അനുഭവത്തിന്
ഇവിടെ തുടർന്ന് നോക്കുമ്പോൾ പല യാത്രകളും നമ്മളെ വേറെ രീതിയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് But I also have എന്നുള്ളതാണ്. to give credit to the police. Me, I would have punched him right away. I find him. ഈ ആൻ എന്ന് പറഞ്ഞ ഒരു ആൻ എന്നാണ് കയറിയിരിക്കുന്ന ആ തൽക്കാലം വെയിറ്റിംഗ് റൂമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോ പറഞ്ഞു വന്നത് ഒരു യാത്ര കൊണ്ട് നമുക്കുള്ള ചില ഇൻസൈറ്റ്സ്, ചില കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ചകൾ But I also have to ചില credit to യാത്രകൾ. the police officer here. If it were me, I would have punched him right away. I find him to be extremely operating with the police officers from the precinct or the city. സാർ അത് എൻട്രി ചെയ്യുന്നത് ഒന്ന് That's his attitude. From the time ഇട്ട് വെക്കോ. at 10 o'clock, ഈ ടോമോ പല പേരുകളിൽ നിന്നാണല്ലോ കയറുന്നത്. ഞാനല്ലത് അല്ല ടോമി സാറല്ല, വേറെ TOM. നേരെ ആനായിരുന്നു, നേരത്തെ GK എന്നായിരുന്നു. നമ്മൾ വെയിറ്റിംഗ് റൂമിൽ ഇടുമ്പോൾ വീണ്ടും കയറുകയാണ്. ആരാണ് ഒന്ന് വെയിറ്റിംഗ് റൂമിൽ ഇടണ്ട സാർ, അവർ റിമൂവ് ചെയ്യും, പെർമനന്റ് റിമൂവ് ചെയ്താ മതി. സാർ ഒന്ന് ജോയിൻ ചെയ്യണ ഒന്ന് എന്തിട്ടാ മതി. ചെയ്താൽ മതി, അതേ നടക്കുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോ ചില യാത്രകൾ നമ്മൾക്ക് ചില ഇൻസൈറ്റുകൾ നൽകും. 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ട്രെയിൻ യാത്രയെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ട്രെയിൻ യാത്രയിൽ അദ്ദേഹം വളരെ ഒരു കാര്യം ഗൗരവത്തോടു കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു അച്ഛനും 2 മക്കളും കൂടി ആ ട്രെയിനിലേക്ക് കടന്നു വരികയും ആ ട്രെയിനിൽ ഒരുപാട് ശബ്ദം ഉണ്ടാക്കുകയും ഓടുകയും ചാടുകയും ഇരിക്കുന്ന ആളുകളുടെ മേത്ത് തട്ടിമറിയുകയൊക്കെ ചെയ്യുന്ന ഒരു രംഗം. അപ്പൊ എഴുത്തുകാരൻ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട്. ആ കുട്ടികളുടെ പിതാവ് ഇതിലൊന്നും ഇടപെടാതെ അദ്ദേഹം ഒരു വളരെ ഏകാന്തനായി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. കുട്ടികൾ ഒരുപാട് ശല്യങ്ങൾ ഉണ്ടാകുന്നു. ഇദ്ദേഹത്തിന്റെ മുകളിലേക്ക് ചാടുന്നുണ്ട്, അടുത്തിരിക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് ചാടിക്കയറുന്നുണ്ട്, ചായയുമായി വരുന്നവരെ തട്ടി തെറിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഇയാൾ ഇടപെടുന്നില്ല. കുറച്ചു നേരം നോക്കി ഇരുന്ന ശേഷം അദ്ദേഹം ഇടപെടുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളൊരു പിതാവല്ലേ, മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യത്തോടു കൂടി അദ്ദേഹത്തോട് സംസാരിക്കുന്നു. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് സോറി പറഞ്ഞിട്ട് ഈ മക്കളെ പിടിച്ചടുത്തിരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്ന് രാവിലെ എൻ്റെ ഭാര്യ മരണപ്പെട്ടു. ജോലി സ്ഥലത്ത് ഞാൻ മക്കളെയും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ഈ കുട്ടികളെ വെച്ച് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള ആലോചനക്കിടയിൽ കുട്ടികളുടെ ബഹളവും ട്രെയിനെല്ലാം ഞാൻ പറന്നുപോയി. എഴുത്തുകാരൻ ശരിക്ക് സ്തബ്ധനായിട്ട് ഇരുന്നു പോവുകയാണ്. അതുവരെ അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുന്നുണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ കഥ കേട്ടപ്പോൾ എന്ന് ഈ എഴുത്തുകാരന് മനസ്സിലാകുന്നു. അപ്പോൾ ഒരു നമ്മൾക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പല വ്യക്തികളുമായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ചെയറിലിരിക്കുന്ന ഒരു വ്യക്തിയെ, അല്ലെ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുന്ന അടുത്തിരുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ അതുവരെ കണ്ട ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും യാത്രകള് ഒരുപാട് ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തുന്നുണ്ട്, നമ്മുടെ കൾച്ചറിൽ മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ട്രാവലിംഗ് എന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എല്ലാവർക്കും യാത്ര സാധ്യമാകുന്നില്ല എന്നാണ് പറയുന്നത്. യാത്ര പോകാൻ സാധ്യമല്ലാത്ത ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? 2 പേർക്ക് യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ? ഒന്ന് സാമ്പത്തിക കാരണങ്ങളാവാം. യെസ്, സാമ്പത്തിക കാരണങ്ങളുണ്ട്. ഒന്ന് ചിലർക്ക് കംഫർട്ട് സോണിൽ നിന്ന് മാറാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. യെസ്, അത് നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മുരളീധർ സാർ. സമയത്തിന്റെ ഒരു പരിമിതി മൂലം സാറ് പറഞ്ഞ ഒന്ന് സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. 2 ഒരു സമയം, ജോലി ഭാരവും കുടുംബവും മറ്റു കാര്യങ്ങളിലെല്ലാം മുഴുകിക്കൊണ്ട് നമുക്ക് സമയം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം കൊണ്ട് നമ്മുടെ വരും. ആരോഗ്യം നമുക്കറിയാം, യാത്രയ്ക്ക് ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. യാത്ര പോയാലും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം എന്നുള്ളത് പലരും ശ്രദ്ധിക്കില്ല. ആരോഗ്യം നല്ല സമയത്ത് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയണം. മനോഭാവം വലിയൊരു ഘടകമാണ്. ഒരു യാത്രയ്ക്ക് പോയിട്ട് എന്താണ് ഗുണം എന്ന് ചിന്തിക്കുന്ന
ഒരു മനോഭാവം നമുക്കുണ്ട്. അങ്ങനെ ചില സുഹൃത്തുക്കളുടെ എവിടേക്കെങ്കിലും ഒരു യാത്രക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഓ എന്ന് പറയും. കാരണം അതിൽ ഒരു യാത്ര പോയത് കൊണ്ട് മാത്രം യാത്ര പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കിട്ടും എന്നുള്ളതാണ്. ഒരു സിനിമയ്ക്ക് വിളിച്ചാൽ സിനിമയ്ക്ക് പോയിട്ട് എന്താണ് ആ ഒരു മനോഭാവം യാത്രയ്ക്ക് വലിയൊരു തടസ്സമാണ്. അടുത്തൊരു പ്രശ്നം സാമ്പത്തികമായി ഉണ്ടാവും. പക്ഷെ പിശുക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പിശുക്കുന്നത് വളരെ ഒരു കാര്യമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഈ യാത്രകളിൽ നിന്നുള്ള യാത്രയ്ക്ക് വേണ്ടി മഹാത്രയറെ തുറക്കാത്ത കത്തിലെ അൺപോസ്റ്റഡ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞതില് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ ഒരു യാത്രയ്ക്ക് വേണ്ടി ചെലവാക്കിയ പണത്തിന്റെ കണക്ക് നമ്മൾ മറന്നു പോകും. പക്ഷേ ആ യാത്രയിലൂടെ ഉണ്ടാകുന്ന അനുഭവം ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ മറക്കില്ല എന്ന് പറഞ്ഞു. ആ ഒറ്റ വാക്കിൽ തന്നെ ഒരു യാത്രയുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ പണം ചെലവാകുന്ന യാത്രകൾ, നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കും, നമ്മൾ വസ്ത്രങ്ങൾക്ക് വേണ്ടി ചെലവാക്കും, നമ്മൾ മറ്റു പാർപ്പിടം മോടി പിടിപ്പിക്കുന്നതിന് ചെലവാക്കും, നമ്മളെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ വാങ്ങുന്നതിന് നമ്മൾ ചെലവാക്കും. പക്ഷെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ പിശുക്കുന്നത് ഒരു പക്ഷേ ഒരു ഏറ്റവും നല്ല ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ എക്സ്പീരിയൻസ് നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മഹാത്രയറെ പറഞ്ഞ ആ വാക്കുകൾ നമ്മൾ ചേർത്ത് വെക്കാം. അതിനുവേണ്ടി ചെലവാക്കുന്ന പൈസ നമ്മൾ ഓർത്തു വെക്കില്ല, പക്ഷേ അതിലൂടെ കിട്ടുന്ന അനുഭവങ്ങൾ ജീവിതകാലം മുഴുവൻ നമ്മൾക്കുണ്ടാവും. പ്രത്യേകിച്ച് യാത്രാ രീതികൾ പല രീതികളുണ്ട്. നമ്മൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന് ഒരു ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യുന്നതിന് വളരെ വ്യത്യാസമുണ്ട്. അതിന് പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. ഒപ്പം തന്നെയാണ് നമ്മൾ ഈ ഒരു ബൈക്കിൽ യാത്ര ചെയ്യാം, കാറിൽ യാത്ര ചെയ്യാം, ബസ്സിൽ യാത്ര ചെയ്യാം, ട്രെയിനിൽ യാത്ര ചെയ്യാം, ഷിപ്പിൽ യാത്ര ചെയ്യാം, ഫ്ലൈറ്റിൽ നമുക്ക് യാത്ര, ഏത് യാത്രാ രീതികളും നമുക്ക് അവൈലബിൾ ആണ്. ഒപ്പം തന്നെ ഒറ്റയ്ക്കുള്ള യാത്രകളുണ്ട്. ഒപ്പം തന്നെയാണ് ലവേഴ്സിന്റെ കൂടെ, പ്രണയിനികളുടെ കൂടെയുള്ള യാത്രകളുണ്ട്. ഗ്രൂപ്പായിട്ടുള്ള യാത്രകളുണ്ട്. ഫാമിലിയുടെ ഒപ്പം നമുക്ക് യാത്ര ചെയ്യാൻ, ഇതെല്ലാം യാത്രകൾ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം യാത്രകൾ ആണെങ്കിലും ഞാൻ പറഞ്ഞ ട്രാവലിംഗ് എന്നുള്ളൊരു വേർഡ് തന്നെയാണ്. നമ്മളെ പല യാത്രകളും ഒരു ടൂറായിട്ട് മാറുന്നിടത്താണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് സ്വീകരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നത്. ഒരു ടൂറിസ്റ്റ് ഒപ്പം തന്നെയാണ് ഒരു ട്രാവലറും തമ്മിൽ എൻറ്റയർലി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഒരു യാത്രക്കാരൻ ഒരു ടൂറിസ്റ്റിൽ നിന്നും വ്യത്യസ്തനാകുമ്പോഴാണ് നമ്മുടെ ഈ ടോപ്പിക്കിന്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുക. തീർച്ചയായിട്ടും ഒരു ടൂറിസ്റ്റും ട്രാവലറും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് പുറത്തു നോക്കണം. ഒബ്സർവ് ചെയ്യുന്നത്, ഒരു ടൂറിസ്റ്റ് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, നമ്മള് മൂന്നാറ് പോവുകയാണെങ്കിൽ ഇതിന്റെ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് നോക്കി തീർച്ചയായിട്ടും കാണേണ്ട സ്ഥലങ്ങളെല്ലാം കാണുമ്പോൾ ഒരു ട്രാവലർ ഇതിന്റെ കൾച്ചർ, ആ കൾച്ചറിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാനുള്ള ഒരു താല്പര്യം കാണിക്കും. 6 ഔട്ട് സെപ്പറേറ്റ് ദംസെൽഫ് ഫ്രം ദ പീപ്പിൾ ആൻഡ് ദ ലോക്കൽ കൾച്ചർ. നമുക്കറിയാം, സ്കൂളിൽ നിന്നും ടൂറിന് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ എവിടെയാണ്, ഒരു ടൂറിന്റെ നോട്ടം എവിടെയാണ് കുട്ടികളുടെ നമുക്കറിയാം. പക്ഷേ ഒരു ട്രാവലർ മേക്ക് ദ ഫ്രണ്ട്സ് ആൻഡ് കണക്ഷൻ വിത്ത് ദ ലോക്കൽസ്. അവിടെയുള്ള ലോക്കൽസുമായിട്ട് ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാനും അവരെ സുഹൃത്തുക്കളാക്കാനും അവരെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തും. അതുപോലെ തന്നെയാണ് ഒരു ടൂറിന് പോകുമ്പോൾ നമുക്കറിയാം, കൺസിഡർ മേക്ക് കമ്പാരിസൺ ബിറ്റ്വീൻ ഹിയർ ആൻഡ് ഹോം. വീട്ടിൽ നിന്നുമുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഈ സ്ഥലത്ത് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ട്രാവലർ ആസ് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്പ്ലോർ വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്. നമുക്കറിയാം, ഒരു ടൂർ പോകുന്ന സമയത്ത്, നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ടൂർ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം ബാത്റൂം ശരിയായില്ല, വെള്ളമില്ല, ചുടുവെള്ളമില്ല, റൂം അപ്സ്റ്റെയറിലായി പോയി, ബസ്സിൽ കയറിയപ്പോൾ സീറ്റ് കിട്ടിയില്ല, ട്രെയിനിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു എന്നുള്ള കംപ്ലൈൻസിന്റെ ഒരു കെട്ട് അങ്ങോട്ട് അയച്ചു വിടുന്ന സമയത്ത് ഒരു ട്രാവലർ നേരെ വ്യത്യസ്തമായിരിക്കും. ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും കൂടുതൽ തുറന്ന് സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു ശ്രമം. അപ്പോൾ തന്നെ ഒബ്വിയസ് ഡസന്റ് പേ അറ്റൻഷൻ ടു പീപ്പിൾ ഓർ സറൗണ്ടിങ്സ്. ചുറ്റുമുള്ള ജനങ്ങളിലേക്ക് ഒന്നും ഇറങ്ങി ചെല്ലുന്നതിനോ നോക്കുന്നതിനോ അവർ തയ്യാറല്ല. പക്ഷേ ട്രാവലർ അവർ ആൻഡ് റെസ്പെക്ട്ഫുൾ ഓഫ് കൾച്ചർ നോംസ്, അവരുടെ കൾച്ചറിനെ മനസ്സിലാക്കുന്നതിനും റെസ്പെക്ട് ചെയ്യുന്നതിനും കൂടുതൽ താല്പര്യമുണ്ടാവും. ടൂർ പോകുന്ന കുട്ടികൾ
ഏറ്റവും ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നാട്ടുകാരുമായിട്ട് തല്ലുണ്ടാക്കേണ്ടി വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കേസ് ഇതാണ്. അവര് കുട്ടികളിലെ ഒരു അവർക്ക് ആ ഒരു കാണുക അതിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമില്ല. പക്ഷെ ട്രാവലറിനെ സംബന്ധിച്ച് അവിടെയുള്ള ആ കൾച്ചറെ മനസ്സിലാക്കാനും ആ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യാനും ആ ജനങ്ങളെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഒരു ടൂറിസ്റ്റ് ഒരു ടൂർ എന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ട്രാവലിംഗിലേക്ക് ആണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. തീർച്ചയായിട്ടും മലയാളികൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഇടം ഒന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു മലയാളികൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഇടം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഒരു പയ്യൻ എണീറ്റ് നിന്നിട്ട് ചോദിച്ചു, സാറേ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ എന്ന് ചോദിച്ചു. അപ്പൊ അവന്റെ തിരിച്ചുള്ള ചോദ്യത്തിൽ എനിക്കൊരു ചെറിയൊരു അസ്വാഭാവികതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ പയ്യൻ പറഞ്ഞു പെണ്ണുങ്ങളാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ആരാധനാലയങ്ങളിലാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ആണുങ്ങളാണെങ്കിലോ? ആണുങ്ങളാണെങ്കിൽ അവൻ പറയാണ് ആണുങ്ങളാണെങ്കിൽ സാറേ ആണുങ്ങൾ ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം കള്ളുഷാപ്പിലും ബീവറേജിലും ബാറിലുമായിരിക്കും. വളരെ കൗതുകരമായിട്ടുള്ള ഒരു മറുപടി. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, പയ്യന്റെ ഒരു മറുപടി ഞാൻ ആലോചിച്ചു. ശരിയാണ്, നമ്മള് മലയാളികൾ ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടപ്പെടുന്ന, ഞാനൊരു ജനറലൈസ് ചെയ്യുകയല്ല, പക്ഷെ കോമൺ ആയിട്ട് പറയുമ്പോൾ നമുക്ക് മദ്യശാലകളെയും ആ ഒരു ബാറിനെയൊക്കെ മാറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത്, മലയാളികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് എനിക്ക് തോന്നിയിരിക്കുന്നത് ആരാധനാലയങ്ങളിലേക്കാണ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം നമ്മളെ ഒരു ചില ഇടങ്ങളിലേക്ക് പോകാനുള്ള ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോകുന്ന ഏറ്റവും ചെലവ് ചെയ്യുന്ന രീതിയാണോ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ഏറ്റവും കൂടുതൽ മലയാളികൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഇടം എന്ന് തോന്നുന്നത് എനിക്ക് അത് തന്നെയാണ്. പക്ഷേ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ ആരാധനാലയങ്ങളിലേക്ക് പോകുമ്പോഴും മണിക്കൂറുകളോളം നമ്മൾ ക്യൂ നിന്ന് ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഏകാഗിയായ ഒരാളെ കാണാനാണ് നമ്മൾ പോകുന്നത്. ഈശ്വരനെന്നോ ദൈവമെന്നൊക്കെ വിളിക്കുന്ന ഒരു ഈശ്വര സൃഷ്ടി, അല്ലെ ദൈവ സൃഷ്ടി, ദൈവം എന്ന് പറയുന്ന ഒരാൾ അതിന്റെ ഉള്ളിൽ ഉണ്ടാവുമ്പോ നമ്മൾ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിലോ ആരാധനാലയങ്ങളിലോ പോയിട്ട് നമ്മൾ തൊഴുകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ പുത്രന്മാർ ഈ ക്ഷേത്രത്തിന്റെ പുറത്തുണ്ട് എന്നത് വിസ്മരിക്കാതിരിക്കുന്നു. ഓരോ ക്ഷേത്രത്തിന്റെയും ഓരോ ആരാധനാലയങ്ങളുടെയും ഉള്ളിലേക്ക് കയറാൻ മണിക്കൂറുകളോളം നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പുറത്ത് കിടക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാരായിട്ടുള്ള ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന, വൈകല്യങ്ങളുള്ള, കാഴ്ചകളില്ലാത്ത, ഒരു വിധത്തിലെ പുരോഗതിയും ഇല്ലാത്ത സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ജനങ്ങള് ഈ ആരാധനാലയങ്ങളുടെ പുറത്തുണ്ട് എന്ന് ഓർക്കുക. ക്ഷേത്രങ്ങളിലേക്കോ ആരാധനാലയങ്ങളിലേക്കോ കയറാൻ നമ്മൾ ക്യൂ നിൽക്കുന്നതിന്റെ ഒരു 10-1 സമയമെങ്കിലും പ്രിയമുള്ളവരെ നമ്മൾ പുറത്തു കിടക്കുന്ന ദൈവപുത്രന്മാർക്കായിട്ട് നമ്മൾ നീക്കിവെക്കണം. ആരാധനാലയങ്ങളിൽ പോകുന്നത് ഒരു മോശം കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മൾ പോകുന്ന ഇടം, ആ ഇടത്തിൽ നമ്മൾ കാണേണ്ട ചില കാഴ്ചകളുണ്ട്, ആളുകളുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ പോസിറ്റീവ് കമ്മ്യൂണിന്റെ 2010 ഇവിടെ വന്നപ്പോ കഴിഞ്ഞ 2024 കണ്ണൂർ ജില്ലയിലെ പൈതൽമല എന്ന് പറഞ്ഞ സ്ഥലത്ത് കേരളത്തിലെ പോസിറ്റീവ് കമ്മ്യൂണിന്റെ എല്ലാ ചാപ്റ്ററുകളത്തെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു ട്രിപ്പായിട്ട് നമ്മൾ അവിടെ പ്ലാൻ ചെയ്തു. പോസിറ്റീവ് കമ്മ്യൂണിനെ സംബന്ധിച്ച് മറ്റൊരു നാഴികക്കല്ലായിരുന്നു. 2010 14 വർഷങ്ങൾക്ക് മുമ്പ് പോസിറ്റീവ് കമ്മ്യൂൺ എന്ന പ്രസ്ഥാനം ഉടലെടുക്കുന്നതിന് കാരണമായിട്ടൊരു സ്ഥലമായിരുന്നു പൈതൽമല. എപ്പോഴും അനിൽ സാറും ബിജു സാറും ഉൾപ്പെടെയുള്ള ഷർഷ സാറും ഉൾപ്പെടെയുള്ള പലരും പൈതൽമല എന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പൈതൽമലയിലേക്ക് പോകാൻ. പക്ഷേ നമ്മളെ ചില യാത്രകള് നമ്മുടെ കൂടെ ഉള്ളവർ ആരാണ് എന്നുള്ളതിനനുസരിച്ച് നമ്മുടെ വൈബിൽ ഒരു മാറ്റം വരും. നമ്മുടെ ആരാധനായിട്ടുള്ള മെന്റർ, നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാനായിട്ടുള്ള അനിൽ സാറ്, ബിജു സാറ് തുടങ്ങിയവരുള്ള ഒരു ട്രിപ്പിന്റെ ചെറിയൊരു വീഡിയോ പച്ചിന്റെ നെഞ്ച് കച്ചുമ്പിലായിട്ട് പോണില്ല, പച്ചിന്റെ നെഞ്ച് കച്ചുമ്പിലായിട്ട് പോണില്ല. എന്നോട് കളിക്കണ്ട ഉണക്കക്കുട്ടേ, മൈസൂര് പഴം തൊട്ടി
കുഞ്ഞാണി കുഞ്ഞാണ് നിങ്ങള് പുട്ടാണെങ്കിൽ നമ്മള് പുട്ടും കുറ്റാണ് നിങ്ങള് ചില്ലാണെങ്കിൽ നമ്മള് ചില്ലാണ് അയലുമ്പ് കടക്കട തോർത്തുകിട്ടെടുക്കി ഞെക്കാത്തണ വളർത്തിങ്ങിട്ടെടുക്കി നല്ലൊരു കോഴിന്റെ മുട്ടകിട്ടെടുക്കി ഞാനിപ്പോ പോകുമ്പോ പാടവട്ടാര് നിങ്ങള് പോയി മയ്യത്തായ നമ്മക്കാരാണ്. പ്രിയമുള്ളവരെ, പോസിറ്റീവ് കമ്മ്യൂണിലെ ആരാധനായിട്ടുള്ള മെന്ററും ഒപ്പം തന്നെ സുധാ സാർ ഉൾപ്പെടെയുള്ള ചെയർമാൻ ഉൾപ്പെടെയുള്ള ഒരു ടീമിന്റെ പൈതൽ മലയിലേക്കുള്ള ഒരു യാത്രയാണ് പോസിറ്റീവ് കമ്മ്യൂണിനെ സംബന്ധിച്ച് വളരെ ഈ 2024-25 നടത്തേണ്ടുന്ന അല്ലെങ്കിൽ 2030 എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പല തീരുമാനങ്ങളും എടുത്തൊരു യാത്രയായിരുന്നു. വയനാട് ദുരന്തം കഴിഞ്ഞ് 1.5 മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ണൂർ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്രയോ കിലോമീറ്ററുകളോളം 2-2.5 മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ഒരു കുന്നിന്റെ മുകളിലെത്തി. അവിടെ ഈ കേരളത്തിലെ പല ചാപ്റ്ററുകളിൽ നിന്നുള്ള CGT അംഗങ്ങൾ വന്നുകൊണ്ട് മറ്റുള്ള മെമ്പർമാർ വന്നുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ട് രാവിലെ ഉണ്ടായ ഒരു യാത്രയുടെ ഒരു ചെറിയൊരു ക്ലിപ്പാണ് ഞാൻ കാണിച്ചത്. കൂടെ ഉള്ളവര് നമ്മൾ ആരുടെ കൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ളൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പോകേണ്ടുന്ന ചില ഇടങ്ങളുണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്കൂളിൽ നിന്നും HM റിട്ടയർ ആകുമ്പോൾ കരഞ്ഞുകൊണ്ട് ടീച്ചർ പറഞ്ഞത് 22ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഈ കുട്ടികളുടെ മുമ്പിൽ നിന്ന് പഠിപ്പിക്കുകയാണ്. വീടും സ്കൂളും അല്ലാതെ ഇനി മെയ് 31 ശേഷം എനിക്ക് പോകാൻ ഒരു ഇടമില്ല എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ തൊഴിലുമായി മാത്രം കുടുംബവുമായി ബന്ധപ്പെട്ട് മാത്രം പ്രവർത്തിക്കുന്ന നമ്മളുടെ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി എന്ന നിലയിൽ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേദിയായി, പറയുന്നത് കേൾക്കുന്നതിന് നമ്മളെ പോലെ ചിന്തിക്കുന്നതും ഒരേ മനോഭാവമുള്ള ഒരു കൂട്ടായ്മയായ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഒരു യാത്രയാണ്. ഇതും ഒരു യാത്രയാണ്. നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കാനും പഠിക്കാനുമുള്ള ഒരു ഇടമായിരുന്നു. കൂടെയുള്ളവരെ കൊണ്ടുപോകേണ്ട ഇടം ഉണ്ട്. അതിലത്തെ ഒരു ഇടം തന്നെയാണ് പോസിറ്റീവ് കമ്മ്യൂൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് തന്നെയാണ് പോസിറ്റീവ് കമ്മ്യൂണിലേക്ക്. നമ്മൾ തിരിച്ചു വരുമ്പോ കൂടെയുള്ളവരെ കൊണ്ടുപോകേണ്ട ചില ഇടങ്ങളുണ്ട്. സോറി, കൂടെയുള്ളവരെ കൊണ്ടുപോകേണ്ട ചില ഇടങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിൽ മാത്രമല്ല കുറച്ചു സമയം വേറെ ഇടങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കണ്ണു തുറപ്പിച്ച ഒരു ഇടം, ഒരു യാത്ര ഉണ്ട്. നമ്മൾ കഴിയുമെങ്കിൽ നമ്മുടെ മക്കളെ, ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ, പറ്റുമെങ്കിൽ അമ്മമാരെ കൂടിയൊക്കെ കൊണ്ടുപോകേണ്ട ചില ഇടമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2013-14 കാലഘട്ടങ്ങളിൽ ഞാൻ സ്കൂൾ പ്രോഗ്രാം ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് 7 ദിവസം NSS ക്യാമ്പിന്റെ ഇടയിൽ ക്രിസ്മസ് ദിവസം ഞങ്ങള് പട്ടാമ്പിയില് കൊപ്പം എന്ന് പറയുന്ന ഒരു അഭയം എന്ന് പറയുന്ന ഒരു വൃദ്ധസദനത്തിലേക്ക് നമ്മുടെ കുട്ടികളോടൊപ്പം ഒരു യാത്ര പോയി. നമുക്കറിയാം, കുട്ടികളുടെ യാത്ര എന്ന് പറയുന്നത് അവർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ 40 കുട്ടികളാണ്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഉറക്കെ പാട്ട് വെച്ചുകൊണ്ട് താങ്കണക്ക തില്ലം തില്ലം തറാങ്ക ചക്ക അജിത്തിന്റെയും വിജയുടെയെല്ലാം പാട്ട് വെച്ച് തകർത്തുകൊണ്ട് ആണ് ഇവരുടെ യാത്ര. അവർ യാത്ര ചെയ്യുമ്പോൾ അറിയാം, കുറുക്കന്മാരിനേക്കാൾ വളരെ മനോഹരമായിട്ട് അവർ കൂക്കും. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്താൽ കൂക്കും, ഇവരൊരു വണ്ടി ഓവർടേക്ക് ചെയ്താൽ കൂക്കും. അങ്ങനെ വളരെ ശബ്ദമുഖരിതമായി വണ്ടിയിലിരിക്കുന്ന ടീച്ചർമാരെ ചെവി തല കേൾപ്പിക്കാതെ ചെവിയൊക്കെ നമ്മളിങ്ങനെ അടച്ചു പിടിച്ചിട്ടൊക്കെ ഇരിക്കണം. പക്ഷെ കുട്ടികളുടെ കൂടെ ഒരു വൈബായി ചേർന്ന് നമ്മൾ 10-16 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കൊപ്പം എന്ന് പറയുന്ന ഒരു വൃദ്ധസാധനത്തിലേക്ക് എത്തി. അവിടെ കുട്ടികൾക്ക്, അവിടെയുള്ള അന്തേവാസികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കേക്കും വസ്ത്രങ്ങളും എല്ലാമുള്ള ക്രിസ്മസ് സമ്മാനവുമായിട്ടാണ് അപ്പോ നമ്മള് പോകുന്ന സമയത്ത് ഈ 1ാം വർഷ കുട്ടികളെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. 2ാം വർഷത്തെ ഒരു പെൺകുട്ടി കൂടി നമ്മുടെ കൂടെയുണ്ട്. ഞങ്ങൾ അവിടെ എത്തി, സമ്മാനങ്ങളെല്ലാം അവിടെ വെച്ച് സംസാരിച്ച് തുടങ്ങിയപ്പോ പല കുട്ടികളും പതുക്കെ സൈലന്റ് ആവും, നിശബ്ദരായി മാറും. ഒരു പ്രായമായ 85 വയസ്സുള്ള ഒരു അമ്മ ഞങ്ങളുടെ കൂടെയുള്ള ഏറ്റവും എപ്പോഴും സംസാരിക്കുകയും കലബല എന്ന് നടക്കുകയും ചെയ്യുന്ന ഫൈസൽ എന്നൊരു പറഞ്ഞ പയ്യനെ അടുത്തിരുന്നിട്ട് അവന്റെ കൈകൾ പതുക്കെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അവനോട് ചോദിച്ചു, മോന്റെ വീട് എവിടെയാ? അവൻ പറഞ്ഞു, ദേശമംഗലം എന്നാണ് വീട്.
ദേശമംഗലം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല. അപ്പൊ അവൻ പറഞ്ഞു തൃശ്ശൂരാണ് വീട്. അപ്പൊ ഈ അമ്മ അവന്റെ കൈ ഇങ്ങനെ തഴുകുക. നമുക്കറിയാം വൃദ്ധരായവരുടെ വയസ്സായവരുടെ കൈകള് തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ് പച്ച ഞരമ്പുകൾ പുറത്തേക്ക് വന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈയിന്റെ കൂടെ പോരും തോല്. ഇവൻ ആ കൈകളിൽ പതുക്കെ ഈ ഈ അമ്മൂമ്മ ഈ ഫൈസലിന്റെ കയ്യിൽ പതുക്കെ ഇങ്ങനെ തടവുന്നുണ്ട്. ഇവനെ കൈ പിൻവലിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി. കാരണം ഈ അമ്മയുമായിട്ട് സംസാരിച്ച് ഇവൻ അവിടെ അങ്ങ് ഇരുന്ന് പോയി. അപ്പൊ ഈ അമ്മ ഇവനോട് പറയാണ്, മോനെ തൃശ്ശൂര് റൗണ്ടില് നീ രാവിലെ നടക്കാൻ പോവുകയാണെങ്കിൽ എന്റെ മകൻ മനോജനെ കണ്ടു കഴിഞ്ഞാൽ നീ അവനോട് പറയണം അമ്മയ്ക്ക് ഇവിടെ സുഖമാണ് എന്ന് പറയണം. 3 വർഷം മുമ്പ് ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയതാണ് ബാങ്കിലെ ജോലിക്കാരനായ മകൻ. ഫൈസൽ ഇടറിപ്പോയി. പിന്നെ ആ അമ്മ പറയുകയാണ്, അമ്മുവിനെയും അച്ചുവിനെയും കണ്ടു കഴിഞ്ഞാൽ അവരോട് പറയണം അവരുടെ അച്ഛമ്മയ്ക്ക് ഇവിടെ സുഖമാണ്. ഓരോ കുട്ടികളും ഇങ്ങനെയുള്ള ഈ വൃദ്ധരായ ആളുകളോട് സംസാരിച്ചിരിക്കുമ്പോൾ പലരും എണീറ്റ് വരുമ്പോൾ പലരുടെയും കണ്ണ് നിറഞ്ഞു തൂകുന്നത് നമുക്ക് കാണാം. പല കുട്ടികളും പെൺകുട്ടികൾ കരയുന്നു, ആൺകുട്ടികൾ കരയുന്നു, ചിലർക്ക് കരയാതിരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ ഈ ഒരു ഇത് കഴിഞ്ഞ് അവരോട് ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തി അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് അവർക്കൊണ്ട് പാട്ടുപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ബസ്സിൽ കയറിയിരിക്കുന്ന സമയത്ത് ബസ് എടുത്ത് തുടങ്ങുമ്പോൾ ഞാൻ നോക്കുന്നുണ്ട് പല കുട്ടികളും സംസാരിക്കാതെ അവർക്ക് പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ കഴിയാതെ ആ ചില്ല് ജനലിലൂടെ പുറത്തേക്ക് കണ്ണു നട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് സങ്കടം വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുഖത്ത് ഒരാളുടെ മുഖത്തേക്ക് നമുക്ക് നോക്കാൻ കഴിയും. അപ്പോ ഈ ബസ് ഡ്രൈവർ എന്നോട് ചോദിക്കാണ്, സാറേ പാട്ട് വെക്കട്ടെ? അപ്പൊ ഞാൻ ഒന്നും കൂടി പിറകിലേക്ക് നോക്കി, കുട്ടികൾ ദുഃഖഭാരത്താൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, താങ്കൾ ഇവിടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? അവൾ പറഞ്ഞു, ഞാൻ സാർ ഒരു 10-ൽ കൂടുതൽ തവണയെങ്കിലും വന്നിട്ടുണ്ടാവും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല സാറേ, ഞാൻ ഉള്ളിലേക്ക് കടന്നിട്ടില്ല, ഞാൻ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും, അങ്ങനെയാണ് ഇപ്പോ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി വരുമ്പോൾ ഒരേ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കടക്കണം. ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ അവിടെ ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരിക്കലും നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ പാട്ട് വെക്കട്ടെ സാറേ എന്ന് നമുക്ക് ചോദിക്കില്ല. അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടാണോ അല്ലേ എന്ന് നമുക്കറിയില്ല. പിന്നീട് ആ ചോദ്യം ഉണ്ടാവില്ല. ബസ് സൈലൻസ് ആയിരുന്നു. തിരിച്ചു വന്നു, സ്കൂളിലെത്തി, കുട്ടികൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മൾ കുട്ടികളോട് ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രോഗ്രാം? പലരും പറഞ്ഞു, സാറേ ഏറ്റവും മികച്ച നല്ലൊരു യാത്രയായിരുന്നു. ഞങ്ങളുടെ കൂടെ ഷെറീന എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു, ക്രിസ്മസ് സെലിബ്രേഷൻ വീട്ടിൽ പോകുന്നതിന് വേണ്ടിയിട്ട് തലേദിവസം ഏറ്റവും ബഹളം ഉണ്ടാക്കിയ കുട്ടിയാണ്. അവള് പറഞ്ഞു, സാറേ എന്റെ ജീവിതത്തില് ഇതുവരെ ഞാൻ സെലിബ്രേറ്റ് ചെയ്തതിൽ ഏറ്റവും മനോഹരമായ ക്രിസ്മസ് ആയിരുന്നു. എന്റെ അനിയനില്ലാതെ, എന്റെ അച്ഛനും അമ്മയും ഇല്ലാതെ ഞാൻ ക്രിസ്മസ് ആഘോഷിച്ചു. പക്ഷെ അവിടെയുള്ള അമ്മമാരോടും അച്ഛന്മാരോടും സംസാരിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇതുപോലെ ഒരു ക്രിസ്മസ് ഇനി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ 2ാം വർഷത്തിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട്. അവൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇന്ദുലേഖ എന്ന് പേരിടാം. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ യാത്ര? ഒരക്ഷരം പോലും മിണ്ടാതെ ആ കുട്ടി ആ ക്ലാസ്സിൽ നിന്നും അങ്ങനെ ഇറങ്ങിപ്പോയി, ഒന്നും പറഞ്ഞില്ല. അവളവിടെ ക്യാമ്പിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പൊ മറ്റുള്ളവർക്കെല്ലാം ഭയങ്കര അത്ഭുതമായി. കാരണം ഒരു സീനിയറാണ് ഈ കുട്ടിയുടെ കൂടെ വന്നിരിക്കുന്നത്. സാറ് അധ്യാപകൻ ഒരു കാര്യം ചോദിച്ചു, ഒട്ടും മറുപടി പറയാതെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്കും വളരെ സങ്കടം തോന്നി. പിറ്റേ ദിവസം ക്യാമ്പിൽ നമ്മൾ അവിടെ റെസിഡൻഷ്യൽ ക്യാമ്പാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീറ്റ് ഇരിക്കുന്ന സമയത്ത് കുളിച്ച് കുറിയൊക്കെ തൊട്ട് വളരെ സുന്ദരിയായി മുഖത്ത് നല്ലൊരു പുഞ്ചിരിയുമായിട്ട് ഈ പെൺകുട്ടി കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ ഞാൻ ഇന്നലെ ചോദിച്ചപ്പോ നീ ഒരു അക്ഷരം പോലും ഒന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു. ക്രിസ്മസ് ദിനത്തില് കുട്ടികളെ ഒരു വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയതിന്റെ പ്രാധാന്യം ശരി അന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഇവള് പറഞ്ഞു, ഒന്നാമത്തെ കാര്യം, സാറേ ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ജൂനിയേഴ്സിന്റെ മുമ്പിൽ ഞാൻ കരഞ്ഞു പോയാൽ. രണ്ടാമതോടൊരു കാര്യം പറഞ്ഞു. അവള് പറഞ്ഞു, സാറേ 1.5 വർഷത്തിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കണം, 16 or 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പറയുന്നത്. 1.5 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഇന്നലെ രാത്രി ഞാൻ എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും.
അതായത് 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ഈ അമ്മയും ഈ മകളും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം 1.5 വർഷം. ചെറിയൊരു ഒറ്റമുറി ഓടിട്ട വീട്ടില് ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന ഒരു കട്ടിലില് ഇവളുടെ 7ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു പോയതാണ്. ഈ കുട്ടിക്ക് വേണ്ടി ജീവിച്ച് പണിയെടുത്ത് പാടത്ത് പണിയെടുത്ത് സമ്പാദിച്ചു വരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയോട് ആ അമ്മയോട് 1.5 വർഷമായിട്ട് മിണ്ടാതെ ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു ഒറ്റമുറി വീട്ടിൽ കഴിയുക എന്ന് പറയുന്നത്. അവൾക്കൊരു അനിയനുണ്ട്. അമ്മയും അനിയനും കൂടി താഴെ കിടക്കുന്നു. ഒരാൾക്ക് കിടക്കാനുള്ള കട്ടിലിൽ ഇവള് കിടക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വൃദ്ധസദനത്തിലേക്ക് ഒരു യാത്ര പോയപ്പോ അവിടുത്തെ ചില കാഴ്ചകൾ കണ്ടു. അമ്മ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. പാഠപുസ്തകങ്ങളിലല്ല, അച്ചടിച്ച പാഠപുസ്തകങ്ങളൊന്നും പഠിപ്പിച്ചല്ല, നമ്മളൊന്നും പറഞ്ഞു കൊടുത്തില്ല, അമ്മയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തില്ല. ഒരു യാത്ര, ആ ഒരു യാത്ര ആ കുട്ടിയുടെ ഉള്ളില് അതുവരെ ഉണ്ടായിരുന്ന അമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അമ്മയെ അവള് നേരെ എടുത്ത് ഹൃദയത്തിലോട് ചേർത്ത് വെച്ചു. അവള് പറയാണ്, ഒരാൾ മാത്രം കിടക്കേണ്ട കട്ടിലില് ഞാനും അമ്മയും കൂടി കെട്ടിപ്പിടിച്ചു കിടന്നു. ഞാനും കരഞ്ഞു, അമ്മയും കരഞ്ഞു. ഇങ്ങനെ ചില യാത്രകളുണ്ട്. നമ്മുടെ മക്കളെ കൊണ്ടുപോകാം. പരസ്പരം പോരടിക്കുന്ന, ഭാര്യയും ഭർത്താവും. അതുപോലെ തന്നെയാണ് ഞാൻ ഇതേപോലെ ഒരു പാരന്റിങ്ങിന്റെ ക്ലാസ്സിൽ പറഞ്ഞപ്പോ അവിടെ ഒരാള് പറഞ്ഞത്, അമ്മമാരെയും കൊണ്ടുപോകാം. എന്ത് കൊടുത്താലും കുറവ് കാണുന്ന സീരിയലിലത്തെ അമ്മായിമ്മമാരെ പോലെയുള്ള അമ്മമാരുണ്ടെങ്കിൽ അവരെയും കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് അവിടെ ആക്കിയിട്ട് വരരുത്, തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരണം. പക്ഷേ ചില കാഴ്ചകൾ കാണാനുള്ളതാണ്, ചിലത് ഹൃദയത്തിലേക്ക് എടുക്കാനുള്ളതാണ്. കൂടെയുള്ളവരെ കൊണ്ടുപോകേണ്ട ചില ഇടങ്ങളുണ്ട്. നമ്മൾ യാത്ര ചെയ്യേണ്ട ചില യാത്രാ രീതികൾ. പ്രൈവറ്റ് ബസ്സാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് ഒരു KSRTC ബസ്സിനെ കുറിച്ച്. KSRTC ബസ്സിലെ യാത്രയും പ്രൈവറ്റ് ബസ്സിലെ യാത്രയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അത് രണ്ടിലും യാത്ര ചെയ്യുന്നതാണ്. KSRTC ബസ്സിലെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയി, അധികം ആളുകളൊന്നും അധികം സംസാരിക്കാതെ, ഈ പണ്ടൊരു സിനിമയിൽ പറയുന്നുണ്ട്, ബാൽക്കണിയിൽ ഇരുന്ന് സിനിമ കാണുമ്പോഴും ലോക്കൽ സീറ്റിലിരുന്ന് സിനിമ കാണുമ്പോഴുള്ള ഒരു വ്യത്യാസം. ലോക്കലിൽ ഇരിക്കുമ്പോൾ നമ്മൾ കലാപലാന്ന് വർത്താനം പറയും ഒക്കെ ചെയ്യും. KSRTC കുറെയൊക്കെ ഒരു ശബ്ദമായി പോകുന്ന രീതിയാണ്. പക്ഷേ പ്രൈവറ്റ് ബസ്സിലേക്ക് പോകുമ്പോൾ വളരെ രസകരമാണ്. കുട്ടികളുടെ കലപില ശബ്ദങ്ങൾ ഉണ്ടാവും, കണ്ടക്ടർമാരുടെ ക്ലീനർമാരുടെ ശബ്ദങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ യാത്രകൾ ഏകാന്തമായ യാത്രകളാവാം. പ്രൈവറ്റ് നമ്മുടെ സ്വന്തം വാഹനങ്ങൾ വീടുകളിൽ വെച്ചുകൊണ്ട്, ബൈക്കും കാറും വീടുകളിൽ വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് യാത്ര ചെയ്യണം. KSRTCയിലോ പ്രൈവറ്റ് ബസ്സുകളിലെ യാത്ര ചെയ്യണം. നിങ്ങളുടെ സ്വന്തം ടൗണിൽ നിന്നും 10-25 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. ഈ കുറെ വർഷം മുമ്പ് ഞാൻ ബസ്സിൽ കയറി. ഇടയ്ക്ക് ഞാൻ അങ്ങനെ യാത്ര ചെയ്യാറുണ്ട്. ബസ്സിൽ കയറിയപ്പോ ഞങ്ങളുടെ ചെറിയ ടൗണിൽ നിന്നും വീട്ടിലേക്കുള്ള ബസ് കയറിയപ്പോ എന്റെ കണ്ടക്ടർ ചോദിച്ചു, എവിടേക്കാ പോകേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം വർഷങ്ങളോളം നമ്മൾ യാത്ര ചെയ്ത് പൈസ കൊടുത്താൽ മതി. നമ്മൾ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയാം നമ്മൾ എവിടേക്കാ യാത്ര ചെയ്യുന്നത്. എനിക്ക് ഈ കണ്ടക്ടർ ചോദിച്ചപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. കാരണം നമ്മൾ ആ ഒരു പ്രൈവറ്റ് വാഹനത്തിലുള്ള യാത്ര, നമ്മൾ പൊതുവാഹന ഗതാഗതം ഉപയോഗിക്കുന്ന ഒരുപാട് പിന്നാക്കം പോയിരുന്നു. തീർച്ചയായിട്ടും KSRTCയിലുള്ള ചില യാത്രകൾ നമ്മളെ വളരെ ആഴത്തിൽ ചിന്തിപ്പിക്കും. യാത്ര ചെയ്യുമ്പോൾ, ബസ്സിലെ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അയാളോട് ഒന്ന് ചിരിക്കാൻ നമുക്ക് സാധിക്കണം. അയാളോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. നമ്മുടെ മാത്രമല്ല, ആ വ്യക്തിയുടെ കൂടി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളായ ഞാൻ ഒരു പ്രാവശ്യം ഒറ്റപ്പാലത്ത് നിന്നും ഞാൻ ബസ്സിൽ കയറി നിൽക്കുകയാണ്.
അപ്പൊ ബസ്സിലിരിക്കുന്ന ഒരു വികലാംഗന്റെ സീറ്റിലാണ് പുള്ളിക്കാരൻ കയറിയിരിക്കുന്നത്. ആള് ഇങ്ങനെ കയറി നിന്നിട്ട് പുറത്തേക്ക് തലയിട്ട് നോക്കുന്നു, കൈകാലാശം കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞാൻ സൈഡ് സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്റെ മുഖത്ത് കൂടെയൊക്കെയാണ് പുള്ളി കയ്യും കാലൊക്കെ ഇട്ട് കാണിക്കുക. അപ്പൊ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി ആദ്യം. ലാസ്റ്റ് പുള്ളിയുടെ ഒരു കോപ്രായൊക്കെ കണ്ട് വണ്ടി എടുത്തു തുടങ്ങിയപ്പോ പുള്ളി അവിടെ ഇരുന്നിട്ട് അദ്ദേഹം പറയാണ്, അവൾ ഈ വണ്ടിയിലും വന്നിട്ടില്ല. അപ്പൊ എനിക്ക് എന്തൊരു അപാകത തോന്നി. അത്യാവശ്യം നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വെച്ചു, എന്താണ് പ്രശ്നം സാറേ? ആകെ പ്രശ്നമാണ്. ഞാൻ ഒന്നും ചോദിക്കണമെന്നില്ല, എന്നെ ഒരു പരിചയം ഇല്ലാത്ത ഒരു മനുഷ്യൻ, അദ്ദേഹം ഭയങ്കര, സാർക്ക് അറിയോ ഇന്ന് എനിക്ക് ജോലി ചെയ്തപ്പോ എനിക്ക് 500 രൂപയാണ് കൂലി കിട്ടിയത്. പെരിന്തൽമണ്ണയിൽ ഞാൻ പോയിട്ട് വരികയാണ്. എന്റെ മകൾക്ക് വേണ്ടി ഞാൻ 200 രൂപയ്ക്ക് ഇന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഇത്ര സാധനം. പുള്ളി ഒരുപാട് കണക്കുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞു, മകൾക്ക് എത്ര വയസ്സായി? സാറേ മകള് +2-നാണ് പഠിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ പണിയെടുത്ത് കിട്ടുന്ന കാശുകൾക്ക് ആ കുട്ടിക്ക് നിങ്ങൾ തിന്നാനുള്ള സാധനങ്ങളോ സമ്മാനങ്ങളോ വാങ്ങിക്കൊണ്ടുപോകുന്നതിനേക്കാൾ സന്തോഷം മദ്യപിക്കാത്ത അച്ഛൻ വീട്ടിലെത്തുന്നതാണ്. എനിക്ക് എവിടുന്നാണ് അങ്ങനെ തോന്നിയതെന്ന് പറയാൻ അറിയില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോ അതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു എന്താണ് പറയുക, സ്വിച്ച് ഇട്ട പോലെ അങ്ങോട്ട് സ്റ്റോപ്പായി പോയി. ഇരുന്നിട്ട് അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളി വളരെ വികാരാധീനനായിട്ട് പുള്ളിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് പുള്ളി അങ്ങോട്ട് കരയുകയാണ്. ബസ്സിൽ ഇരുന്നിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വയ്യാതായി. അപ്പൊ ആള് പറയാണ്, ശരിയാണ്. അപ്പൊ ആള് ഇറങ്ങേണ്ട സ്ഥലവും കഴിഞ്ഞ് വീണ്ടും എന്റെ കൂടെ ആള് വീണ്ടും ബസ്സിലെ യാത്ര ചെയ്യുന്നു. ആള് പറയാണ്, നമുക്ക് കുറച്ചു നേരം കൂടി സംസാരിക്കാം. ഇങ്ങനെ നമ്മൾ അടുത്തിരിക്കുന്ന വ്യക്തികളോട് സംസാരിക്കാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ നോക്കിയിരിക്കാതെ, കണ്ണടച്ചിരുന്ന് ഉറങ്ങാതെ, ചുറ്റുപാടുകളെ നിരീക്ഷിക്കാത്ത ഒരു യാത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ യാത്രയായി മാറുന്നില്ല. പരിസരം വീക്ഷിക്കാതെയുള്ള യാത്ര ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു സംഭവം മാത്രമാകുന്നു. ചുറ്റുമുള്ള മനുഷ്യജീവികളെ, അവരുടെ വികാരങ്ങളെ അറിയാം, അവരുടെ ഭാവങ്ങളെ അറിയാം. അവരിനെ നമുക്ക് വീക്ഷിച്ചു കഴിയുമ്പോൾ തന്നെ ഒരുപാട് നിരവധി ക്ലാസ്സുകൾ എടുക്കുന്ന സാധനങ്ങൾ അടക്കം കിട്ടുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ബസ് യാത്ര നമ്മളെ എന്നും ചെയ്യുന്നതാണെങ്കിലും ഓരോ വ്യക്തികളെ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കുമ്പോൾ, പണ്ട് ജഗതി ശ്രീകുമാറിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ഭിക്ഷക്കാരനായിട്ട് താങ്കൾ തകർത്ത് അഭിനയിച്ചല്ലോ, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അപ്പോ ജഗതി ശ്രീകുമാർ പറയാണ്, ഞാൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് എന്റെ മുന്നിലൂടെ പോയ ഒരു ഭിക്ഷക്കാരനുണ്ടായിരുന്നു, അയാളെയാണ് ഞാൻ ഈ സിനിമയിൽ ഇട്ടത്. ഒരു കലാകാരന് ഒരു പരിസരങ്ങളിൽ ഒപ്പിയെടുക്കുന്നത് പോലെ ചുറ്റുപാടും നമ്മൾ നിരീക്ഷിക്കുന്നവരുടെ വളരെ വിരസമായിട്ടുള്ള പല യാത്രകളും നമുക്ക് മനോഹരമാക്കി മാറ്റാൻ കഴിയും. ബസ്സിലെ യാത്ര, അപ്പൊ ഞാൻ പറയുന്നത് പ്രൈവറ്റ് ബസ്സുകളെയെല്ലാം ഇടയ്ക്കെങ്കിലും നമ്മൾ വീടുകളിൽ ഉപേക്ഷിച്ച് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യണം. തൃശ്ശൂരിൽ നിന്നും യാത്ര ചെയ്യാം, മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ഇടയ്ക്ക് ആ ചുറ്റും കറങ്ങുന്നതിന് പകരം എവിടെയെങ്കിലും നിർത്തി ആ കോട്ടമൈതാനത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി ആ ആൽമരത്തിന്റെ ചുവട്ടിലൊക്കെ ഒന്ന് ഇരുന്ന് അവിടെയുള്ള പ്രായമായ ആളുകൾ ചീട്ട് കളിക്കുന്നതൊക്കെ ഒന്ന് കാണാം. ഇടയ്ക്ക് തൃശ്ശൂരിൽ നിന്നും ബസ് കയറി നിങ്ങൾ തിരുവല്ലാമലേക്ക് യാത്ര ചെയ്യണം. മനോഹരമായ സ്ഥലം, 2 മണിക്കൂർ യാത്രയുണ്ട്. വളരെ മനോഹരമായ സ്ഥലം. ഭാരതപ്പുഴ കടന്ന് വില്വാതിരിനാഥന്റെ പാറപ്പുറത്തിരുന്ന് മനോഹരമായ കാറ്റൊക്കെ കേട്ട് അവിടുന്ന് ഒരു ചായ കുടിച്ച് തിരിച്ച് യാത്ര ചെയ്യണം. എത്ര സ്ട്രെസ് കുറയും, എത്ര പുതിയ പുതിയ ഐഡിയകൾ കിട്ടും, എത്ര ആളുകളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും യാത്രയെ പ്രേരിപ്പിക്കുക എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു KSRTC-യിലാണ് പറഞ്ഞിരുന്നത്. ഡിക്സൺ സാറ് പറഞ്ഞതുപോലെ ട്രെയിൻ യാത്ര വളരെ ഗംഭീരമാണ്. ഞാൻ ഈ ട്രെയിനിൽ വെച്ചിട്ടാണ് ഒരു ബംഗാളി സായിപ്പിനെ ഞാൻ കണ്ടു. റായ്പൂരിൽ നിന്നും തിരിച്ച് കേരളത്തിലേക്കുള്ള യാത്രയെ ഇടയിൽ ഡിക്സൺ സാറിനെ പോലത്തെ ഒരു മനുഷ്യൻ ഞാൻ കണ്ടുമുട്ടി. ഞാൻ അതാണ് അദ്ദേഹത്തിന് ആലോചിച്ചത്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഫാമിലിയുടെ ടിക്കറ്റും അതിന്റെ കൂടെ എന്റെ ടിക്കറ്റ് മാത്രം വേറൊരു കമ്പാർട്ട്മെന്റിൽ മാറിപ്പോയി. അപ്പൊ ഞാൻ വന്നിരുന്ന് ഈ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ലോവർ സീറ്റിൽ ഇരിക്കുന്ന ഒരു 65 വയസ്സായ ഒരു വ്യക്തി, തലമുടിയൊക്കെ കുറച്ച് നരച്ചിട്ടുണ്ട്, ക്ലീൻ ഷേവ് ആണ്, പാന്റ് ഷർട്ടും കൂട്ടുള്ള വളരെ ലളിതമായി വസ്ത്രം ധരിച്ചിട്ടുള്ള അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാർ ഈ അറിയുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, സാർ ഈ സീറ്റിലൊന്ന് മാറി തൊട്ട് അപ്പുറത്ത് എന്റെ ഫാമിലി ഇരിക്കുന്ന അവിടെ ആ മാറിയിരിക്കുന്ന ഒരു എന്റെ ഒറ്റയ്ക്കുള്ള സീറ്റുള്ള ഒരു സ്ഥലമുണ്ട് കമ്പാർട്ട്മെന്റിൽ, അവിടേക്ക് ഒന്ന് മാറിയിരിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് അഭ്യർത്ഥിച്ചു. അപ്പൊ ഇദ്ദേഹം മുഖത്തടിച്ച പോലെ അദ്ദേഹം വളരെ ഇംഗ്ലീഷ് ഷൗട്ട് ചെയ്തുകൊണ്ട് എന്നോട് സംസാരിച്ചു, യുനോ ഐ എം എ സീനിയർ സിറ്റിസൺ, ഞാൻ ഈ ലോവർ സീറ്റിൽ ഞാൻ എത്ര നാൾ മുമ്പ് റിസർവ് ചെയ്താണ്, താങ്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറിയിരിക്കാൻ പറ്റുമെന്നുള്ള ഇംഗ്ലീഷിൽ വളരെ സ്പീഡിൽ സംസാരിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഇദ്ദേഹം ഒരു സായിപ്പാണോ.
അപ്പൊ എനിക്ക് അതിന് ഒരു കുറ്റബോധം തോന്നി. കാരണം ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സംസാരം മധ്യേ വീണ്ടും ഞങ്ങള് സംസാരിക്കാൻ തുടങ്ങി. എന്റെ മുറി ഇംഗ്ലീഷും അദ്ദേഹത്തിന്റെ ഗംഭീര ഇംഗ്ലീഷും തമ്മിലായിരുന്നു മുട്ടല്. അങ്ങനെ സംസാരിച്ച് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹം ഒരു വെസ്റ്റ് ബംഗാളിലെ ഒരു ബംഗാളിയാണ്. അദ്ദേഹം ഹിന്ദു പത്രത്തില് ഒരു നാഗ്പൂരിലെ ഹിന്ദു പത്രത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വീട് തൃശ്ശൂരാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം സംസാരിച്ച് മുന്നോട്ട് പോകും. ബംഗാളിയാണ് എന്ന് അറിഞ്ഞപ്പോ മറ്റേ സിനിമയില് ശ്രീനിവാസിന് പോലെ ഉണ്ടായ പോലെ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. കേരളവും ബംഗാളും തമ്മിൽ ഭയങ്കര ബന്ധമാണല്ലോ. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനല്ലേ, എന്തായാലും കേരളത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടാവും. ഞാനപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, സാറ് കേരളത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? അപ്പൊ ആള് പറഞ്ഞു, കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ ആദ്യം ഒന്ന് പൊഴിക്കുക. ഞാനും ഇങ്ങനെ രോമാഞ്ചം കൊള്ളാൻ വേണ്ടി തയ്യാറായിട്ട് ഇരിക്കുകയായിരുന്നു. അദ്ദേഹം അവസാനം വേറൊരു കാര്യം പറഞ്ഞു, കേരളത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് മലയാളികളെ കുറിച്ച് പറയാനുണ്ട്. എന്റെ സത്യത്തിൽ അതുവരെയുള്ള ഒരു മലയാളി എന്ന രീതിയിൽ എന്റെ അഹങ്കാരത്തിനേറ്റ ഒരു ഗംഭീര അടി ഞാൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മലയാളീസ് ആർ ലിറ്ററേറ്റ് ബട്ട് നോട്ട് എഡ്യൂക്കേറ്റഡ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മലയാളികൾ സാക്ഷരരാണ്, പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാത്തവർ കൂടിയാണെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് ഈ രണ്ട് വാക്കിന്റെ അർത്ഥം തമ്മിൽ രണ്ടറ്റത്ത് നിൽക്കുന്ന വാക്കുകളായിട്ട് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തോട് ഒന്നുകൂടി ചോദിച്ചു, എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ മലയാളികൾ എന്ന രീതിയിൽ ഒരു യുവതലമുറയെ നോക്കി പറയേണ്ടതാണ്. 10ാം ക്ലാസ് അദ്ദേഹത്തിന്റെ വാക്കുകളിലാണ്. അദ്ദേഹം 10ാം ക്ലാസ് കഴിഞ്ഞ് എഴുതാനും വായിക്കാനും പറഞ്ഞ എല്ലാവരും സാക്ഷരതയുള്ളവരാണ്. ആ ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ നല്ല ജോലി കിട്ടിയാൽ മാത്രം, വൈറ്റ് കോളർ ജോബ് കിട്ടിയാൽ മാത്രമേ പോകുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം. ഞാൻ നെട്ടിത്തെറിച്ചിരുന്നു പോയി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഊറ്റം കൊള്ളുന്ന കാർഷിക മേഖലയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് കോൺട്രിബ്യൂട്ട്, നിങ്ങൾ നേടിയ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങളുടെ സ്റ്റേറ്റിന് എന്തുണ്ടാക്കും, നിങ്ങൾ ഏത് പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കും, നിങ്ങൾ കാർഷിക മേഖലയ്ക്ക് എന്ത് കൊടുക്കും, പുതിയ ഒരു എന്റർപ്രണർ ആയിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ, ഒരു അണ പൊട്ടിച്ചു വിട്ടതുപോലെ നിരവധി ചോദ്യങ്ങൾ. അദ്ദേഹം പറഞ്ഞു, വായിക്കാനും എഴുതാനും അറിയും എന്നുള്ളത് കൊണ്ട് മാത്രം ജോലിക്ക് പോകാതെ ആൽത്തറയിലും, ഞാൻ തൃശ്ശൂരിനെ കൊണ്ട് അങ്ങനെ പറഞ്ഞു, ആൽത്തറയിൽ ഇരുന്നുകൊണ്ട് പാലങ്ങളിൽ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് സമയം കൊല്ലുന്ന യുവാക്കളാണ് കേരളത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അദ്ദേഹം ഒരു ബംഗാളി സായിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ ഫ്ലുവന്റ് ആയിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് പറഞ്ഞു. നമ്മൾ തുടങ്ങിയത് ഒരു KSRTCയിൽ നിന്നാണ്. KSRTCയിൽ യാത്ര ചെയ്യുമ്പോൾ, കേവലം ചെറിയൊരു ദൂരം യാത്ര ചെയ്തപ്പോ എനിക്ക് എന്റെ കാഴ്ചപ്പാടുകളെ മാറ്റാൻ കഴിഞ്ഞു. അവസാനം ഒരു ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ കേരളത്തെ കുറിച്ചിട്ടുള്ള എന്റെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും നിരന്തരം യാത്രകൾ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളിലായാലും ആരാധനാലയങ്ങളിലായാലും ഒരു ചായക്കടയിലാണെങ്കിലും ഈ ചെറിയ ദൂരങ്ങളിലാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ളവരെ കാണാനും ചുറ്റുമുള്ളവരെ കേൾക്കാനും നമ്മുടെ യാത്രകളിൽ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ചെറിയ യാത്രകൾ വിരസമാകാതിരിക്കാൻ, എന്നും പുതുമകൾ കണ്ടെത്താൻ നിങ്ങൾ ഏവർക്കും കഴിയട്ടെ. ഓരോ യാത്രയും പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ബിജു സാറില്ലേ? സാറേ ഓക്കെ. അല്ലെങ്കിൽ ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ ആകാംക്ഷയോടെ ഈ ഒരു പേരിൽ തന്നെയാണ് നമ്മൾ സ്റ്റക്ക് ചെയ്തിരുന്നത്. അതിന്റെ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഏതായാലും ഒരു ഫീഡ്ബാക്ക് സെഷനാണ്. ആരും പേരൊന്നും വിളിക്കുന്നില്ല. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ, ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതിനുവേണ്ടി ഓരോ ആളുകളും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുരളി സാറേ, നിങ്ങൾ തുടങ്ങിക്കോളാം ആദ്യം. അല്ലെ, ഇതിനകത്ത് കുറച്ച് ആൾക്കാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിനകത്ത് ഷക്ലൂടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹൃദയത്തിൽ വല്ലാത്ത വൈബ്രേഷൻ ഉണ്ടാക്കിയ ഹൃദയസ്പൃക്കായ ക്ലാസ്, ശരിക്കും കരയിപ്പിക്കുന്ന യാത്രാപകരണം എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലവ് യു പ്രഭാകരൻ സാർ. ലവ് യു സാർ. ആ വൈകാരികമായ അടുത്തെത്തിയപ്പം സാറിന്റെ ശബ്ദം ഇടുന്നതും ഒന്ന് കണ്ണു നനഞ്ഞോ എന്ന് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തത്. അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമാവുമ്പം, ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ വരുമ്പോഴേ നമുക്ക് ഒരിക്കലും എപ്പോഴും ശബ്ദം ഇടുള്ളൂ. അല്ലാതെ യാന്ത്രികമായിട്ട് നമുക്ക് പറയാൻ പറ്റും.
വളരെ വൈകാരികമായിട്ടാണ് സാർ അത് പറഞ്ഞിട്ടുള്ളത്. കാരണം യു ഫീൽ ദാറ്റ്സ് വൈ ദ വേർഡ്സ് കം ഔട്ട് ഓഫ് ഇറ്റ്. അപ്പം വളരെ സന്തോഷം. നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ ചില യാത്രകൾ നമുക്ക് സമൂഹത്തിന്റെ ചിത്രങ്ങൾ നമുക്ക് നൽകാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കിട്ടാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് എന്റെ മക്കളുടെ ബർത്ത്ഡേ ഞാൻ പലപ്പോഴും ബാലികാ സദനിൽ ആഘോഷിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി അവരെ കൂടെ ഇരുന്ന് എന്റെ മക്കൾ ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അതിന്റെ കുട്ടികൾ അറിയണം ഇങ്ങനെ ഒരു ലോകമുണ്ട്, ഇങ്ങനെയും അനുഭവിക്കുന്ന ഒറ്റപ്പെട്ടു പോയ അവരുടെ പ്രായമുള്ള കുട്ടികളുണ്ടെന്ന്. അതുപോലെ തന്നെ എന്റെ സംഗീത ഗുരുനാഥനെയും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ മക്കളുടെ പിറന്നാളിന് അവിടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ യാത്രയിലൂടെ ഒരു വലിയ സംഗീതജ്ഞനെ കൊണ്ട് അവിടെയുള്ള പാവപ്പെട്ട കുട്ടികളെ ഫ്രീ ആയിട്ട് സംഗീതം പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടുന്ന കുട്ടികൾ വേദികളിൽ പാടാനുള്ള അവസരം ഒതുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഓരോ യാത്രകൾ നമ്മളെ ഒരുപാട് മാറ്റാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരങ്ങളും ചിത്രങ്ങളും നമുക്ക് തരും എന്നുള്ളതാണ്. വളരെ സന്തോഷമായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സെഷനായി. താങ്ക് യു വെരി മച്ച് പ്രഭാൻ സർ. വൺസ് അഗെയിൻ ലോട്ട്സ് ഓഫ് ലവ് ടു യു. താങ്ക് യു മുരളി സാർ. അടുത്ത ആള് സുധാകരൻ സാറേ, പറയാതിരിക്കാൻ വളരെയധികം ആസ്വദിച്ചു. ഇത് സാറ് പറയുമ്പോൾ ഓരോ എക്സ്പീരിയൻസുകൾ പറയുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിലെ പുറകോട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അതേ അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പല പല കാര്യങ്ങൾ പല അവസരങ്ങളിലും യാത്ര നമുക്ക് സംസ്കാരങ്ങളെയും ഭാഷയും പുതിയ പുതിയ ആളുകളെയും ബന്ധങ്ങളെയും സൃഷ്ടിക്കുന്നു എന്നുള്ളത് വളരെ രസകരമായി സാർ അവതരിപ്പിച്ചു. നന്നായി. താങ്ക് യു സാർ. താങ്ക് യു ജയ്സൽ സാർ.